കരിയറിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഡിഫൈൻ ചെയ്യലാണ്. ഞാൻ വെറുതെ പ്രസംഗിക്കാൻ വേണ്ടി പറയില്ല, ഓരോ പോയിന്റ്സ് പറയാം. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഇവിടെ ഇപ്പോൾ ചെയറില്ലായിട്ട് അവരിങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ചെയറിടാൻ 1 2 3 4 5 6 7 7 ലെയറിലായിട്ടാണ് ഇവിടെ കുട്ടികൾ ഇരിക്കുന്നത്. ഈ കുട്ടികളോടും അതിൻ്റെ രക്ഷിതാക്കളോടും പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, കരിയർ നമ്മൾ കുട്ടികളെ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മക്കളെ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യലും ഡിസൈൻ ചെയ്യലും രണ്ടും രണ്ടാണ്. ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടിയെ വിലയിരുത്തണം. നേരത്തെ പറഞ്ഞ കൈസിൻ്റെ അനുഭവം ഒരു കുട്ടിക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടിയുടെ ഇത് പറഞ്ഞ് മടുത്തു തുടങ്ങി, എന്നാലും പറഞ്ഞോട്ടെ, ഇതല്ലാതെ വഴിയില്ലാത്തത് കൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചവരൊന്ന് കൈപ്പൊക്കട്ടെ. നല്ല പറഞ്ഞതിനൊക്കെ ഒരു അർത്ഥമുള്ളൂ. അവിടെ ആകെ 2 പേര് 3 പേര് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയവരാരൊക്കെയുണ്ട്? പ്ലീസ് റേസ് ദ ഹാൻഡ്സ്. അപ്പോൾ പൊങ്ങിയില്ലല്ലോ. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡാറ്റ് എന്നാണ് അതിൻ്റെ പേര്. കൊല്ലം ജില്ലയിൽ ഉണ്ടാകാൻ ഇങ്ങനെ പാടില്ല കേട്ടോ. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. അവിടെയൊക്കെ ഇപ്പം എല്ലാവരും പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും 11 13 പറയപ്പെടുന്നു, എത്രയോ ആകട്ടെ, ഈ ആപ്റ്റിറ്റ്യൂഡുകളിൽ ഏതാണ് കാലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഏതാണ് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് കണ്ടെത്തണം. കാരണം നമുക്ക് കഴിവില്ലാത്തിടത്തേക്ക് നമ്മൾ പോകരുത്. ഇപ്പോൾ അഹമ്മദ് കബീർ ബാക്കബി സാഹിബ് കേരളത്തിലും പുറത്തുമൊക്കെ ഒരുപാട് നടന്ന പ്രഭാഷണം നടത്തുന്നു. അദ്ദേഹത്തിന് ചിലപ്പോൾ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്കും പറ്റാത്തൊരു ഏരിയയാകാം എന്ത് മാത്തമാറ്റിക്കൽ ലോജിക്കോടുകൂടി മാത്സ് കൈകാര്യം ചെയ്യുക എന്നത്. അവനവന് പറ്റുന്നതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്, മെസ്സിയെയും നെയ്മറെയും വെച്ചിട്ട്. മെസ്സിയുടെ കയ്യിൽ കൊടുക്കേണ്ടത് ബാറ്റല്ല, മെസ്സിയുടെ കയ്യിൽ കൊടുക്കേണ്ടത് ഫുട്ബോളാണ്. മെസ്സിയുടെ കയ്യിൽ ബാറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് കൊണ്ട് ബൗൾ ചെയ്തിട്ട് നമ്മൾ ബാറ്റ് കൊണ്ട് അടിക്കാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? ബോൾ കൊണ്ട് ബൗൾ ചെയ്ത് വരുന്ന ഇങ്ങനെ കറങ്ങി വരുന്ന പന്തിനെ അടിച്ചു മാറ്റാൻ മെസ്സി പഠിച്ചിട്ടില്ല. മെസ്സി ഈസ് എ ഹീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ഫുട്ബോൾ. അബ്സല്യൂട്ട്ലി മെസ്സി ഈസ് എ സീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ക്രിക്കറ്റ്. ക്രിക്കറ്റിൽ അദ്ദേഹം സീറോയാണ്. വേൾഡ് ക്രിക്കറ്ററുടെ ബൗളിങ്ങിൽ അന്തിച്ചു നിൽക്കാനേ മെസ്സിക്ക് സാധിക്കൂ. കാരണം മെസ്സി ആ മേഖലയിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേഖല ഏതാണെന്ന് കണ്ടെത്തണം, നമ്മുടെ ഇടം ഏതാണെന്ന് കണ്ടെത്തണം. ഈ തൻ്റെ ഇടം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? തൻ്റെ ഇടത്തെയാണ് തൻ്റെ ഇടം എന്ന് പറയുന്നത്. തൻ്റെ ഇടം, തൻ്റേതായ ഇടം, അവർ ഓൺ സ്പേസ്, ദാറ്റ് ഈസ് തൻ്റെ ഇടം. തൻ്റെ ഇടം കാണിക്കണം നമ്മൾ. ആ തൻ്റെ ഇടം, തൻ്റെ ഇടം എന്നത് രണ്ടും കൂടി മാതാപിതാക്കളും മക്കളും കൂടെ ചെയ്യേണ്ടതാണ്. തൻ്റേതായ ഇടം കണ്ടെത്തേണ്ടത് മാതാപിതാക്കൾ 50 റേഞ്ച്, കുട്ടികൾ 50 റേഞ്ച്. കാരണം കുട്ടികൾക്ക് ആഗ്രഹങ്ങളുണ്ടാകും. ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല കോഴ്സ് ചെയ്യേണ്ടത്. അത് തെറ്റാണ്. എന്താണോ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, എന്താണോ നമ്മുടെ ഇൻ്റലിജൻസ്. ഇനി പോട്ടെ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്തവരാരൊക്കെയുണ്ട്? ഹംദാൻ ഫൗണ്ടേഷൻ്റെ മുറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇയാളെന്താ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കരുത് കേട്ടോ. ഞാനെന്ത് പറഞ്ഞേച്ചു പോകും. അള്ളാൻ്റെ അനുഗ്രഹത്താൽ, ദൈവാനുഗ്രഹത്താൽ അത്യാവശ്യമൊക്കെ കരിയറിൽ തിളങ്ങിയ ഒരാളെന്ന നിലയ്ക്ക് ഇനി എനിക്ക് വേറൊന്നും നോക്കാനില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്തവർ 8ഓളം ഇൻ്റലിജൻസ് ഉണ്ട് നമുക്ക്. അതിൽ നിങ്ങളിൽപ്പെട്ട ചില ആൾക്കാർ ഇപ്പോൾ സോഷ്യോ ഇൻ്റലിജൻ്റ് ആയിരിക്കും, ചിലർ ചിലപ്പോൾ ബിസിനസ് ഇൻ്റലിജൻ്റ് ആയിരിക്കും, ചിലർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻ്റ് ആയിരിക്കും. ഏത് ഇൻ്റലിജൻസാണ് നമുക്കുള്ളത് എന്ന് തിരിച്ചറിയണ്ടേ? അതിന് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യണ്ടേ? ആ ടെസ്റ്റുകൾ ഇവിടെ വെച്ചിട്ട് നടത്തുന്നല്ല ഇപ്പോൾ ഈ പറയുന്നത്. എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ചെയ്തോ, നമുക്കതിൻ്റെ ഏജൻസിയോ നമുക്കതിൻ്റെ സ്ഥാപനമൊന്നുമില്ല. ഇപ്പോൾ IIT-യിൽ നിന്നിറങ്ങിയ, ഗോരഖ്പൂർ, കാൺപൂർ IIT-യിൽ നിന്നിറങ്ങിയ മലയാളി കുട്ടികൾ വരെ മലയാളികൾക്ക് വേണ്ടി ഈ കോഴ്സസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഈ ടെസ്റ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 16 ടൈപ്പ് പേഴ്സണാലിറ്റിയാണ് നമ്മൾ, ENTJ EFTJ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഏത് ടൈപ്പ് പേഴ്സണാലിറ്റിയാണ് ഞാൻ എന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം ഞാൻ ആ കരിയറിന് പോയിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന അബൂബക്കർ സിദ്ദീഖും ഷിഹാബുദ്ദീനും അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരുപാട് കളക്ടേഴ്സൊക്കെ ഇല്ലേ, അവരൊക്കെ ചെറുപ്പം മുതലേ ഇതിലൂടെ കടന്നുപോയവരാണ്. അങ്ങനെ അവർ ലക്ഷ്യം കണ്ടവരാണ്. അശ്വിൻ കുമാർ അങ്ങനെ ലക്ഷ്യം കണ്ടവരാണ്. രൂപ മിശ്ര ഒരു കുട്ടി ഉണ്ടായിരിക്കെയാണ് രൂപ മിശ്രക്ക് IAS-ൽ 1ാം റാങ്ക് കിട്ടുന്നത്.
കല്യാണം കഴിച്ചിട്ടൊരു കുഞ്ഞുണ്ടായിരുന്നു. അവളുടെ റാങ്കിൻ്റെ തിളക്കം അതാണ്. ഫസ്റ്റ് റാങ്കുകാരിയായത് കല്യാണം കഴിച്ചിട്ടൊരു കുട്ടിയൊക്കെ ഉണ്ടായതിൻ്റെ ശേഷം ഫസ്റ്റ് റാങ്ക് എടുത്തു എന്നത് അവിടെ ഒരു പ്രത്യേകതയാണ്. വിവാഹം കഴിച്ച കുഞ്ഞുങ്ങളായാൽ പോലും പഠിത്തത്തിനൊരു തടസ്സമല്ല എന്ന് ഇവിടെ എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരുമുണ്ട്. അതുകൊണ്ട് രൂപ മിശ്ര 1ാം റാങ്ക് എടുത്തു. അന്ന് രൂപ മിശ്രയോട് അന്ന് ആളുകൾ ചോദിച്ചു, പത്രക്കാർ ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ ആകാൻ കഴിഞ്ഞത് എന്ന്. നീ ഒരു കലക്ടറായി തീരണമെന്ന് എന്നോട് ആദ്യം 6ാം ക്ലാസ്സിൽ നിന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനാണ്. അതിനുവേണ്ടി CSR കൊണ്ടുവന്ന് കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ എന്ന് പറയുന്ന പുസ്തകം, എന്ന് വെച്ചാൽ സിവിൽ സർവീസുകാർ പ്രിപ്പയർ ചെയ്തിട്ട് പഠിച്ചതിൻ്റെ വിശകലനം അല്ലെങ്കിൽ വിശദീകരണം പറയുന്ന അവരുടെ ആർട്ടിക്കിൾ വരുന്ന സാധനമാണ് കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ CSR. അത് ചെറുപ്പം മുതലേ വായിച്ചത് കൊണ്ടാണ് എനിക്ക് 1ാം റാങ്ക് കിട്ടിയത് എന്ന് രൂപ മിശ്ര പറയുന്നു. അപ്പം ചെറുപ്പം മുതലേ ഓറിയൻറ്റേഷൻ നിർബന്ധമാണ്. അത് നമ്മളെക്കുറിച്ചിട്ട് ഇതിലിപ്പോൾ A+ കിട്ടിയ കുട്ടികളൊക്കെ ഇവിടെ ആദരിക്കുന്നുണ്ടാകാം. A+കാർ മാത്രമാണ് മിടുക്കന്മാർ എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ഞാൻ അങ്ങനെ ചില പ്രസ്താവനകൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. A+കാർ മിടുക്കന്മാരാണ്, പക്ഷെ അവർ മാത്രമാണ് മിടുക്കന്മാർ എന്ന് തോന്നുന്ന അധ്യാപകർ. ഞാനൊരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ഒരു കേവല അധ്യാപകൻ മാത്രമാണ്. ഒരു പക്ഷേ ഈ A+കാരെക്കാളും നാളെ ഉയർന്നു വരിക A+ കിട്ടാത്ത ആളുകളായിരിക്കാം. അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ആപ്പിൾ ഫോൺ ആളുകൾക്കിടയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിലെ ഇന്ന് 2ാം റാങ്കിൽ നിൽക്കുന്ന സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളോട് സ്റ്റീവ് ജോബ്സ് പ്രസംഗിക്കുന്ന പ്രസംഗമുണ്ട്. ആപ്പിൾ ഫോണിൻ്റെ ചിഹ്നം ബാക്കിൽ കൊടുത്തുകൊണ്ട്, ഇത് ആപ്പിൾ അല്ല കേട്ടോ, എന്നാലും ഞാനൊരു സിംബോളിക്കായിട്ട് കാണിക്കാൻ, ആപ്പിൾ ഫോൺ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ സിംബോളിക്കായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് സ്റ്റീവ് ജോബ്സ് പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി പാസ്സാകാത്ത ഒരാളാണ്, ഞാൻ +2 പാസ്സാകാത്ത ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ആപ്പിൾ കണ്ടെത്താൻ പറ്റി. ഐഡിയാസ് കൊണ്ട് എൻ്റെ തല പൊട്ടിത്തെറിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു. ഞാനെങ്ങാനും +2 പാസ്സായിരുന്നുവെങ്കിൽ ഈ ആപ്പിൾ കണ്ടെത്താൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്ന് പ്രസംഗിച്ച മനുഷ്യനാണ് സ്റ്റീവ് ജോബ്സ്. ഇവിടെ പഠിപ്പുകാർ മാത്രം കൂടിയതുകൊണ്ട് അതിനെ മാത്രം പറയാം. അതുകൊണ്ട് പഠിപ്പില്ലാത്തവരെ നമ്മൾ കൊച്ചാക്കണ്ട. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഇവിടുന്ന് കുറച്ചപ്പുറത്താണ്. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ എല്ലാം ഉണ്ടാകണം, നെറ്റില്ലാതെ അവിടെ കയറാൻ കഴിയില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ശ്രീ ശങ്കരാചാര്യൻ നിന്ന് തിരിച്ചു വന്നാൽ, വെറുതെ ശ്രീ ശങ്കരാചാര്യൻ നിന്ന് തിരിച്ചു വന്നു എന്ന് വെക്കുക, ശ്രീ ശങ്കരാചാര്യൻ തിരിച്ചു വന്ന സംസ്കൃതമൊക്കെ ഡെപ്തിൽ അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. ശ്രീ ശങ്കരാചാര്യൻ്റെ സംസ്കൃതം പഠിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ആഴം പഠിക്കാനൊക്കെയാണല്ലോ ഇത് തുടങ്ങിയത്. ശ്രീ ശങ്കരാചാര്യന് പോലും ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? അപ്പം കഴിവൊന്ന് വേറെ. ഞാനിത് ഇത്ര ധൈര്യത്തോടു കൂടി പറയുന്നത്, മിനിയാന്ന് UGCയുടെ ഒരു സർക്കുലേഷൻ ഉണ്ട്, പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. UGCയുടെ സർക്കുലേഷൻ എന്താണെന്നറിയോ? ഇനി കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അക്കാഡമിക് ബാക്കപ്പ് ഇല്ലാത്ത സ്കിൽ ഓറിയൻറ്റഡ് ആയ ആളുകൾക്ക് പഠിപ്പിക്കാം എന്നതായിരുന്നു. അത് വലിയ വാർത്തയായി വന്നിട്ടുണ്ട്. ഔദ്യോഗികമായി മുന്നിൽ നിൽക്കുന്ന ജില്ലയിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എക്സ്പേർട്ടിന് അദ്ദേഹത്തിന് അക്കാഡമിക്കൽ ബാക്കപ്പ് ഇല്ലെങ്കിൽ പോലും ഇത് പറയാം എന്ന് UGC പുറത്തുവിട്ടിരിക്കുന്നു. മിനിയാന്നത്തെ പത്രം വായിച്ചു നോക്കൂ. അതിൻ്റെ അർത്ഥം അവരെല്ലാവരും കൂടി പഠിപ്പിക്കാൻ വരുന്നല്ല, അത്രമാത്രം സ്കിൽസിന് പ്രാധാന്യം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കുട്ടികളോട്, എൻ്റെ പ്രിയപ്പെട്ട ഇവിടെയുള്ള ഉമ്മമാരോട്, അമ്മമാരോട്, അവരുടെ മക്കളോട് പറയുന്നത്, നമ്മൾ കൃത്യമായി നമ്മളെ ആദ്യം ഡിഫൈൻ ചെയ്യണം, എന്നിട്ട് കോഴ്സ് ഡിസൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യുന്നത് നമ്മളെയാണ്. ഹു ആം ഐ? എൻ്റെ ഇൻ്റലിജൻസ് എവിടെ വർക്ക് ചെയ്യുന്നു? എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? എൻ്റെ പേഴ്സണാലിറ്റി ഏത് ടൈപ്പാണ്? ഉദാഹരണത്തിന് ചില പേഴ്സണാലിറ്റീസിന് ആളുകളോട് സോഷ്യൽ ട്രാപ്പ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. സമൂഹത്തിലേക്ക് ഇരച്ചു കയറി പരിചയപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ചില പേഴ്സണാലിറ്റിക്ക് അതെങ്ങനെ കാലിബ്രേറ്റ് ചെയ്താലും കഴിയില്ല. അങ്ങനത്തെ ആളുകൾ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എന്ത് കാര്യം? റിസർച്ച് ഹോളിക്ക് മെൻറ്റാലിറ്റിയുള്ള, റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുന്ന് റിസർച്ച് ചെയ്യേണ്ട ആളുകൾ വേറെ ആളുകളെ കൈകാര്യം ചെയ്യാൻ പോയിട്ട് എന്ത് കാര്യം? ഓർഗനൈസേഷൻ സ്കില്ലില്ലാത്ത ഒരാളെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് എന്ത് കാര്യം? അപ്പം നമ്മുടെ കപ്പാസിറ്റിയെ മുഴുവൻ മനസ്സിലാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ടാവുക. ഇതിൽ എത്ര പേരുണ്ട് ഡോക്ടേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എത്ര കുട്ടികളുണ്ടെന്ന് ഹംദാൻ ഫൗണ്ടേഷൻ ഒന്ന് കണ്ടോട്ടെ. ആഗ്രഹിക്കുന്നവർ, ആകുന്നവരൊന്നും ഉറപ്പല്ല, ആഗ്രഹിക്കുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു ആഗ്രഹം. ആഗ്രഹിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. ഡോക്ടേഴ്സിനെ ഒന്ന് ഉറക്കൊന്ന് കാണട്ടെ നമ്മൾ.
എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്താട്ടെ. ഇത് ഡോക്ടേഴ്സാണ്, നാളെയുടെ നമ്മുടെ ഡോക്ടേഴ്സ്. എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. അതാകുന്നത് വരെ അവിശ്രാന്ത പരിശ്രമം നടത്തുക. ഇനി അതല്ല, ഞങ്ങൾ നീറ്റല്ല എഴുതിയ, ഞങ്ങൾ JEE ആണ് സാർ, അതുകൊണ്ട് ജോയിൻ്റ് എൻട്രൻസ് എക്സാം എഴുതി അതിലൂടെ അങ്ങനെ പോയി മെയിനും അഡ്വാൻസും എഴുതിയിട്ട് ഞങ്ങൾ കയറും, അങ്ങനെ ഞങ്ങൾ IIT-യിലോ അല്ലെങ്കിൽ NIT-കളിലൊക്കെ എത്തും എന്നുള്ളവരെന്ന് എഴുന്നേറ്റാട്ടെ. ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. എഞ്ചിനീയേഴ്സായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊന്ന് എഴുന്നേറ്റാട്ടെ. മൊത്തത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് പെട്ടെന്ന് നോക്കാം, നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. വെറുതെ ഈ സദസ്സിനെയും കൂടി ഒന്ന് ഉൾക്കൊള്ളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും ഒന്ന് ഉറക്കെ കൈയടിച്ചു കൊടുത്താട്ടെ നമ്മുടെ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട്. ഇരിക്കൂ. ഇനി സാർ ഞങ്ങൾക്കിതൊന്നുമല്ല, ഇതിനേക്കാൾ മുകളിൽ ഞങ്ങൾക്ക് സിവിൽ സർവീസുകാരാകണം. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും സ്വപ്നം പോലെ കാണുന്ന സിവിൽ സർവീസ്, UPSC CSE UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ തന്നെ അതിൽ 24ഓളം വരുന്ന ഓപ്ഷൻസിലെ IAS-ഉം IFS-ഉം IPS-ഉം IES-ഉം IRS-ഉം ഒക്കെയായി ഞങ്ങൾക്ക് മാറണമെന്നുള്ളവരൊന്ന് എഴുന്നേറ്റാട്ടെ. ഒന്ന് കാണട്ടെ. ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് മോഹിക്കുന്നവർ. ഹംദാനിലെ കുട്ടികൾ അതിലാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ. ഹംദാനിലെ കുട്ടികൾ കൂടുതലും എഴുന്നേൽക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളെ മാത്രം പ്രേരിപ്പിക്കുകയല്ല, അതിലാണ് ഹംദാൻ്റെ കുട്ടികൾ കാണുന്നതും. അതുകൊണ്ടൊന്ന് ഉറക്കൊന്ന് കൈയടിച്ചു കൊടുത്തേക്ക് ഭാവിയിലെ കളക്ടേഴ്സിന് വേണ്ടിയിട്ട്. സാർ, ഇനി ഞങ്ങൾക്കിതൊന്നുമല്ല ആഗ്രഹം. ഞങ്ങൾക്ക് ആഗ്രഹം കോടതിയെ പിടിച്ച് കുലുക്കുന്ന IPC-യും CPC-യും പറഞ്ഞിട്ട് ഈ രാജ്യത്തിലെ ഓരോ ആളുകൾക്കും വേണ്ടി നിയമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പോരാട്ടങ്ങൾ നടത്തി അവർക്ക് നിയമം നടപ്പിലാക്കി കൊടുക്കുന്ന ലോയേഴ്സായിട്ട് മാറാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്നുള്ളവർ ഒന്ന് എഴുന്നേറ്റാട്ടെ. ഒന്ന് കാണട്ടെ ഭാവിയിലെ അഡ്വക്കേറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കട്ടെ. കൊല്ലം ജില്ലയിൽ നിന്ന് ഇനി ഒരൊറ്റ അഡ്വക്കേറ്റും വരൂല എന്നാണോ കാണുന്നത്? ഇനി അതിൻ്റെ കാലാണ് കേട്ടോ. കൂടുതൽ ആൾക്കാർ അഡ്വക്കേറ്റ്സ് ആകേണ്ടുന്ന കാലമാണ്. കാരണം അത്രമാത്രം കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ അഡ്വക്കേറ്റ്സും ഇല്ല. ശരി, കൊല്ലമായതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയെങ്കിലും UPSCയുടെ CSE അല്ലെങ്കിൽ അതിൻ്റെ താഴത്തോട്ടുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ടല്ലോ. റെയിൽവേയുടെ ടെസ്റ്റുകളുണ്ട്, ഡിഫൻസ് അക്കാഡമിയുടേതുണ്ട്, ഒരുപാട് എണ്ണമുണ്ട്. അതിൽ ഏത് ഭാഗത്തേക്കെങ്കിലും ഒന്ന് കയറിക്കൂടണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ന് എഴുന്നേറ്റാട്ടെ. കേന്ദ്ര സർക്കാരിൻ്റെ വ്യത്യസ്തമായ ടെസ്റ്റുകളിലൂടെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ആകെ 2 പേരേ ഉള്ളൂ. ശരി, ഉറക്കെ കൈയടിച്ചു കൊടുക്കൂ. റൈറ്റ്. ഇനി നമ്മളെ കേരളത്തിൻ്റെ PSC എഴുതിയിട്ട് എങ്ങനെയെങ്കിലും വലിയ സംഭവമൊന്നും ആയില്ലെങ്കിലും ഒരു തഹസീൽദാറിൻ്റെ താഴോട്ട് ഇങ്ങോട്ട്, വില്ലേജ് ഓഫീസറിൻ്റെ താഴോട്ട് ഇങ്ങോട്ട്, കുറച്ച് LP-യിലെ UP-യിലെ അതേപോലെ തന്നെ ഹൈസ്കൂൾ അധ്യാപകരൊക്കെ ആയിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ടെസ്റ്റിലൂടെ, PSC ടെസ്റ്റിലൂടെ ഒന്ന് എഴുന്നേറ്റായിട്ട് ആരൊക്കെയാണ്? വേഗം എഴുന്നേറ്റോ, സമയമില്ലാത്തതുകൊണ്ട് ഒരൊറ്റടിക്ക് എഴുന്നേൽക്കാം. മനസ്സിലിങ്ങനെ ഉറക്കെ കൈയടിച്ചു കൊടുത്തോ. സാർ, ഇതൊന്നുമല്ല, ഈ ഡോക്ടേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയൊക്കെ വാർത്തെടുക്കുന്നത് അധ്യാപകരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധ്യാപകരാകണം. ഇന്നി ബഅസ്തു മുഅല്ലിമ, ഞാൻ അധ്യാപകനായിട്ടാണ് നിയുക്തമായിട്ടുള്ളത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് ആചാര്യന്മാരെല്ലാം അതായിരുന്നു, അവർ പഠിപ്പിച്ചതും അങ്ങനെയാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അത് നമ്മൾ പറയാറുണ്ട്. അതിന് മുമ്പ് 4 വരിയുണ്ട്. ന ചൗരഹാര്യം ന ഭ്രാതൃഭാജ്യം ന ചഭാരകാരി വ്യയേ കൃതേ വർദ്ധനേവ നിത്യം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നാണ്. ന ചൗരഹാര്യം, ഒരിക്കലും കള്ളൻ കട്ടുകൊണ്ടുപോവുകയില്ല, ചൗരൻ ഹരിക്കുകയില്ല. ന ചൗരഹാര്യം ന ഭ്രാതൃഭാജ്യം, ഒരിക്കലും ഭ്രാതൃ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷുകാരൻ ബ്രദർ എന്ന പദം പോലും ഉണ്ടാക്കിയത്. പദത്തിൻ്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. വേദന എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വേദന നമ്മൾ കുറേ കാലങ്ങളായിട്ട് പറയുന്നൊരു സാധനമാണ് വേദന. വേദന എന്ന പദത്തിൻ്റെ അർത്ഥം വേദം പ്ലസ് ന എന്നാണ്. വേദം പ്ലസ് ന. രാവിലെ ഒരു സെമിനാർ നടന്നു, ഒരുപാട് പ്രസംഗങ്ങൾ നടന്നു. വെറുതെ ഒരു ആശംസക്ക് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ അഥവാ പറ്റിയിരുന്നെങ്കിൽ, സമയമില്ലാത്തതുകൊണ്ട് പറ്റിയില്ല. ഞാൻ ഈ ഒരൊറ്റ വാക്കായിരുന്നു പറയാൻ ആഗ്രഹിച്ചത്. വേദം പ്ലസ് ന, വേദന. വേദം എന്ന് പറഞ്ഞാൽ അറിവ്, ന എന്ന് പറഞ്ഞാൽ ഇല്ല. അറിവില്ലായ്മയാണ് വേദന. എന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിവില്ലാത്തത് കൊണ്ട് വേദനകൾ ജന്മമെടുക്കുന്നു. ഹൈന്ദവ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വിവരമില്ലാത്തത് കൊണ്ട് അവർക്കിടയിൽ വേദനകൾ ജന്മമെടുക്കുന്നു. ഇവിടെ ഈ സത്യമായിട്ടും ഈ പ്രപഞ്ചത്തിൽ എല്ലാ വേദനകളും ഉടലെടുക്കുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ്. അത് ചുരുക്കി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വല്ലാത്ത ശണ്ട കൂടി പ്രശ്നങ്ങളുണ്ടാക്കി, നീ പോ ഞാൻ പോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വേദന വരും. ആ വേദനയുണ്ടല്ലോ,
ആ വേദനയുടെ പേരും ഭാര്യയെ അറിയാൻ പറ്റിയില്ല എന്നതാണ്, ഭർത്താവിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നതാണ്. അവർക്ക് അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ, കൃത്യമായി പ്രണയിച്ചിരുന്നുവെങ്കിൽ, കൃത്യമായി അവർ ആനന്ദ പരമാനന്ദ സായൂജ നിർവൃതിയോടെ ജീവിച്ചിരുന്നുവെങ്കിൽ വേദന ഉണ്ടാക്കാൻ പറ്റുമായിരുന്നില്ല. ഉക്രൈനിൽ പോയിട്ട് റഷ്യ ബോംബിടുന്നത് ഉക്രൈൻ എന്ന രാജ്യത്തെ അറിയാത്തത് കൊണ്ടാണ്, അവരുടെ പൈതൃകത്തിനെ, അവരുടെ രാജ്യത്തിനെ, അവരുടെ സംസ്കാരത്തിനെ അറിയാത്തത് കൊണ്ടാണ്. ഈ ലോകത്തിൽ പലതും നടക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ഓരോ ആളുകളെ കണ്ടുമ്പോൾ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. എല്ലാവർക്കും സ്പെക്സ് ഇല്ലെങ്കിലും എന്തുണ്ട്? പാരഡൈമുണ്ട്. എന്താ സ്പെക്സും പാരഡൈമും തമ്മിൽ വ്യത്യാസം? ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പരമാവധി എൻ്റെ സ്പീച്ചുകൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാനാണ് ശ്രമിക്കാറുള്ളത്. കാരണം ഒരു വാക്കിൽ തന്നെ കുറേ അർത്ഥങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ്. ഭാവിയിൽ ആരെങ്കിലുമൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ സംസാരം കൊണ്ട് അതിന് സാധിക്കുകയാണെങ്കിൽ ചെയ്യട്ടെ എന്നതുകൊണ്ട്. സ്പെക്സ് എന്ന് പറഞ്ഞാൽ കണ്ണിന് വെക്കുന്ന കണ്ണടയാണ്. പാരഡൈം എന്ന് പറഞ്ഞാൽ മനസ്സിന് വെക്കുന്ന കണ്ണടയാണ്. എല്ലാവരും മനസ്സിനൊരു കണ്ണട വെച്ചിരിക്കാം. മനസ്സിൻ്റെ കണ്ണട എടുത്തു മാറ്റാത്തിടത്തോളം കാലം നമുക്ക് മക്കളെ ആരെങ്കിലും കാണുമ്പോൾ, ഒരു താടിക്കാരനെ കാണുമ്പോൾ, ഒരു ജുബ്ബക്കാരനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാഷായ വസ്ത്രക്കാരനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുരിശു വരച്ചവനെ കാണുമ്പോൾ നമ്മൾ വായിക്കുകയാണ് സ്പെക്സ് വെച്ചിട്ടല്ല, നമ്മളിങ്ങനെ പാരഡൈം വെച്ച് നോക്കാൻ. ഇയാളതാണ്, ഇയാളിതാണ്. നോ, എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിദ്യാർത്ഥി കൂട്ടങ്ങളായി നമ്മൾ മാറണം. എല്ലാവരെയും ഒരേപോലെ, എല്ലാ മനുഷ്യരെയും. ഇത് മതസൗഹാർദ്ദത്തിന് വേണ്ടി പറയുന്നതൊന്നുമല്ല. മനുഷ്യൻ അങ്ങനെ ആകണം, മനുഷ്യൻ അങ്ങനെ ആകാൻ പറ്റൂ. ചില ആളുകൾ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഇന്ത്യയുടെ സാഹചര്യം പരിഗണിച്ച്. എന്ത് ഇന്ത്യയുടെ സാഹചര്യം? ലോകത്തിലെവിടെ പോയാലും മനുഷ്യർ ഇങ്ങനെയാകാവൂ. ലോകത്തിലെവിടെ പോയാലും. ഇന്ത്യയുടെ സാഹചര്യം മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഓരോ പച്ചയായ മനുഷ്യനും ആദമിൻ്റെ മക്കളാണെന്ന് കാണണം നമ്മൾ. സാഹചര്യം വെച്ചിട്ടല്ല, അത് വിശ്വാസ പ്രമാണമാണ്. എല്ലാവരും ആദമിൻ്റെ മക്കളാണ് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിശാലതയെ പഠിപ്പിക്കേണ്ടുന്ന അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവരാരൊക്കെയാണെന്ന് എഴുന്നേറ്റ് നിന്നിട്ട്, മനുഷ്യരാശിക്ക് ഈ ഒരു വിശാലതയെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അധ്യാപകരാകാൻ മോഹിക്കുന്നവരെന്ന് എഴുന്നേറ്റാട്ടെ. അങ്ങോട്ട് എഴുന്നേറ്റ് കുറേ ആലോചിക്കൊന്നും വേണ്ട. അധ്യാപകരെന്ന് പറഞ്ഞാൽ കോളേജ് ലെക്ചേഴ്സ് മുതൽ ഇങ്ങോട്ടായി. കോളേജ് ലെക്ചർ ആയാലേ പിന്നെ യൂണിവേഴ്സിറ്റിക്കൊക്കെ കയറാൻ പറ്റുള്ളൂ. 3 ആളുകളുണ്ട്. ഉറക്കെ കൈയടിച്ചു കൊടുത്താട്ടെ. റൈറ്റ്. ഇനി നൂതനമായ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ബിസിനസ്സുകാരാവാൻ ആഗ്രഹിക്കുന്നവരാരൊക്കെയാണെന്ന് എഴുന്നേറ്റാട്ടെ. ബിസിനസ്സുകാരനാവാൻ ആഗ്രഹിക്കുന്നത്, അത് കുറച്ച് ആൾക്കാരുണ്ടാവും എന്തായാലും. അതിലൊക്കെ ഇളകുന്നുണ്ട്. അങ്ങോട്ട് എഴുന്നേറ്റോ, പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് വേഗം എഴുന്നേറ്റാട്ടെ. ആരുമില്ലേ? നിങ്ങളെന്താ ഇനി അവസാനം ഞാൻ ആരൊക്കെ എഴുന്നേൽക്കാത്തത് എന്ന് ചോദിച്ചൊരു എഴുന്നേൽപ്പിക്കാറുണ്ട് കേട്ടോ. അതിലെന്തായാലും നിങ്ങൾ എഴുന്നേൽക്കേണ്ടി വരും. ഇത്ര പേരേ ഉള്ളൂ ബിസിനസ്സുകാരാവാൻ ആഗ്രഹിക്കുന്നവർ. ശരി, ഇരുന്ന് ഞാൻ അധികം നീട്ടുന്നില്ല. ഇനി നൂതന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ബിസിനസ്സിൻ്റെ തന്നെ, നൂതനമല്ലെങ്കിൽ പോലും പഴയതാണ്, CA, CMA, ACCA പോലുള്ളവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെന്ന് എഴുന്നേറ്റാട്ടെ. ഒന്ന് എഴുന്നേറ്റോ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന്. ഇത്രയും കുട്ടികളുണ്ട്, ഉറക്കെ കൈയടിച്ചു കൊടുക്കും. ഇനി ഞങ്ങൾക്കതൊന്നുമല്ല സാർ, ഞങ്ങൾക്ക് ഫുട്ബോളിലൂടെ, ക്രിക്കറ്റിലൂടെ ഇന്ത്യയുടെ വലിയ താരങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്ന, സ്പോർട്സിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവരെന്ന് എഴുന്നേറ്റാട്ടെ. കുറച്ച് ആൺകുട്ടികളെങ്കിലും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അതിവിടെ ഇല്ലല്ലേ? അതിന് ഞങ്ങൾ അരീക്കോട്ടുകാർ തന്നെ വേണമെന്നാണ് തോന്നുന്നത്. യെസ്, അതിലൂടെ സൈന്യവ്യൂഹത്തിലേക്ക്, പോലീസ് വ്യൂഹത്തിലേക്കൊക്കെ കയറിപ്പറ്റാൻ പറ്റുന്ന കുട്ടികൾ, അതിലേക്കൊക്കെ ആഗ്രഹിക്കുന്ന മക്കൾ. ശരി, ഇരുന്നു മോനെ, ഒന്ന് കൈയടിച്ചു കൊടുക്കുക. ഭാവിയിലെ തലമുറയിലാണ്. ശരി, ഇനി ഞാൻ ചോദിക്കട്ടെ, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലൂടെ കേന്ദ്രത്തിൻ്റെ സേനയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരെന്ന് എഴുന്നേറ്റാട്ടെ. കേന്ദ്രത്തിൻ്റെ സേനയിലേക്ക്, നാഷണൽ ഡിഫൻസ് അക്കാഡമി അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൂടെയൊക്കെ കയറി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഉറക്കെ ഒന്ന് കൈയടിച്ചു കൊടുക്കുക. നാളെയുടെ ഈ ഭാരതത്തിൻ്റെ കാവലാൾമാരാണ് അവർ. ശരി, ഇനി ഇതൊന്നുമല്ല സാറേ, ഞങ്ങളിതുവരെ എഴുന്നേൽക്കാത്തത് എന്താണെന്ന് പറയുക, നിങ്ങൾ ഇതുവരെ സയൻറ്റിസ്റ്റുകളൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതാവാനാണ് ആഗ്രഹം എന്നുള്ളവരൊന്ന് എഴുന്നേറ്റാട്ടെ. സയൻറ്റിസ്റ്റുകളൊന്ന് എഴുന്നേറ്റാട്ടെ. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ കൂടുതലുണ്ട് ഇവിടെ. കൈയടിച്ചു കൊടുത്തോ. സയൻറ്റിസ്റ്റുകൾ കുറച്ചും കൂടി റേഞ്ച് കൂടിയവരാണ്. ആധുനിക കാലഘട്ടത്തിൻ്റെ കോഴ്സ് എന്നറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിച്ചിട്ട് ഉയരാൻ ആഗ്രഹിക്കുന്നവരാരൊക്കെ? അതിൽ കോഡിംഗ് ഉണ്ട്, അതിൽ നാനോ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പഠിച്ച് ഉയരാൻ ആഗ്രഹിക്കുന്നവരാരൊക്കെ? ഒന്ന് എഴുന്നേറ്റാട്ടെ. എഴുന്നേറ്റം അങ്ങോട്ട് ആരൊക്കെ ഒന്ന് നോക്കട്ടെ നമ്മൾ. ഓക്കെ, എല്ലാവരും ഒന്ന് ഉറക്കെ കൈയടിച്ചു കൊടുത്താട്ടെ. ആധുനിക ലോകത്തിലേക്ക് കയറാൻ വേണ്ടി പോകുന്നവരാണ്. അതാണ് നമുക്ക് അഭിമാനം. കാരണം അവർ ഈ തലപ്പാവ് മണി അല്ലെങ്കിൽ തൊപ്പിയിട്ടുകൊണ്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്.
അപ്പം നമുക്ക് സാധാരണ അവരെ കാണുമ്പോൾ ഒരു കൊച്ചായിട്ടൊരു കാണലുണ്ട്. ആ കാണലൊന്നും വേണ്ട. ഇനി ലോകം കീഴടക്കും എല്ലാവരും. ഇനി ഇതുവരെ എഴുന്നേൽക്കാത്തവരൊന്ന് എഴുന്നേറ്റാട്ടെ. ഈ മെഡിസിനിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിൽ പാരാമെഡിക്കലും പെട്ടിട്ടോ. പാരാമെഡിക്കൽ കോഴ്സിന് പോകുന്നവരാരൊക്കെ ഒന്ന് കൈവയ്ക്കാട്ടെ. ഈ 4 പേരെ ഇതുവരെ എഴുന്നേൽക്കാത്തുള്ളൂ. അതിലെന്തോ ഒരു കള്ളത്തരുണ്ടല്ലോ. എവിടെ നിന്നൊക്കെ എഴുന്നേൽക്കാത്തവരുണ്ട്. ഞാനൊരു സൈക്കോളജിസ്റ്റാട്ടോ. ഞാൻ ഈ കോർണർ എണ്ണുക എന്നുള്ളൊരു സംഭവമുണ്ട്. നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് കോർണർ വിഷൻ എന്ന് പറയും. കോർണർ വിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അങ്ങോട്ടാണ് നോക്കുന്നത്, അവിടെ ഒരാളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും, ഞാൻ അങ്ങോട്ടേ നോക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ കോർണർ വിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കോർണറിലേക്കും അതിനെങ്ങനെ അസൈൻ ചെയ്തിട്ട് നോക്കുക. അത് രസകരമായൊരു നോട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡയറക്ഷൻ കുറച്ച് കൂടും. റൈറ്റ്. ഇത്ര ആൾക്കാരെ ഉള്ളൂ അല്ലേ? ഉറപ്പല്ലേ? ചില ആൺകുട്ടികൾ ഇന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ഞാൻ ഏതെന്ന് ചൂണ്ടുന്നില്ല. റൈറ്റ്. ഇത്രയും കുട്ടികൾ എന്താ ഉദ്ദേശിക്കുന്നത്? പാരാമെഡിക്കലാണോ? പാരാമെഡിക്കലുള്ളവരൊന്ന് കൈപൊക്കാട്ടെ. അവിടെ ഇരുന്ന്. ബാക്കിയുള്ളവരോ ഒരു പറയുകയാണെങ്കിൽ 10-200 എണ്ണം പറയാനുണ്ട്. എല്ലാം കൂടി ഇവിടെ പറയാൻ സമയമില്ല. ഒന്ന് പറഞ്ഞാട്ടെ മക്കളെ. തീരുമാനിച്ചിട്ടില്ല എന്നുള്ളവരൊന്ന് ഇരുന്നാട്ടെ. അപ്പം ഇനിയിപ്പോൾ ആകെ 2 പേരേ ഉള്ളൂ. എന്താ രസമല്ലേ? ഒരു വലിയൊരു സദസ്സിനെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റി. ആ 2 പേരൊന്ന് പറഞ്ഞാട്ടെ. എന്താ നിങ്ങളുടെ പരിപാടി എന്താ? എങ്ങനെ? ഏതാ പറഞ്ഞ? വേം പറ. PBA, CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. റൈറ്റ്. അത് അപാര ഇൻ്റലിജൻസ് വേണം അതിലേക്ക്. അതിലേക്കും പോകാം. അതേപോലെ തന്നെ റോ എന്ന് പറഞ്ഞത് വേറെയുണ്ട്. അതേപോലെ തന്നെ IB വേറെ ഉണ്ട്, ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ട്. നിങ്ങൾ 2 പേരും അങ്ങനെയാണോ? അല്ല. എന്നാൽ ഒരാൾ CBI ആകാൻ പോവാണ്. ശ്രദ്ധിച്ചോളിയും കേട്ടോ. ഓക്കെ, റൈറ്റ്. ഒന്ന് ഉറക്കെ കൈയടിച്ചു കൊടുക്കും. റൈറ്റ്. ഇനി മറ്റാൾ നീ ഒന്ന് പറഞ്ഞാട്ടെ. ഏത് ബാങ്ക്? ഓക്കെ, റൈറ്റ്. ഓക്കെ, ഉറക്കൊന്ന് കൈയടിച്ചു കൊടുത്തേക്ക്. റൈറ്റ്. എല്ലാം ഇരുന്നു. ശരി. ഇനി ഏതായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതൊക്കെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് അതിന് നമുക്ക് ശേഷിയുണ്ടോ എന്നറിയണം. പിന്നെ നമുക്കൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ അറിയുന്നത് മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അറിയുന്നതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൽ കാംബ്രിഡ്ജിലേക്ക് പോകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചാൽ ആരും എഴുന്നേൽക്കണമെന്നില്ല. കാരണം അതെങ്ങനെ പോവാമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സ്കൈലപ്പും കൂടി തരാം. എല്ലാ വിദ്യാർത്ഥികളും മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. വിദ്യാർത്ഥികൾ മാത്രം. ഇത്രയും കുട്ടികൾ വിദ്യാർത്ഥികളാണ്, ബാക്കിയൊക്കെ രക്ഷിതാക്കളുമാണ്. ശരി, ഇരുന്ന മക്കളെ. റൈറ്റ്. ഇനി ഒറ്റ ചോദ്യമാണ്. നിങ്ങൾക്ക് കരിയറിൽ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് പോകണമെന്ന മോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇതിലിപ്പോൾ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ചോദിച്ചില്ല. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ആര് പോകും? ഇനി ഞാൻ പുറത്ത് ബ്രിക്സ് യൂണിവേഴ്സിറ്റികൾ ചോദിച്ചില്ല. ബ്രിക്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് ആര് പോകും? ഇനി എവിടെ നിന്ന് കുട്ടികളെ കൊണ്ടുവരും? അതുകൊണ്ട് ഇതിലുള്ള കുട്ടികൾ തന്നെ മനസ്സിനെ ഒന്നും കൂടി പാകപ്പെടുത്തി അതിൻ്റെ അപ്പുറത്തേക്ക് പോവുക. ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ ചെയ്യാവുന്ന ഏറ്റവും ടോപ്പ് ഓട്ടോണമസിലേക്ക് എത്തലാണ്. ഓട്ടോണമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IIM, IIT അങ്ങനെയുള്ള ബോഡിയിലേക്ക് എത്തലാണ്. അങ്ങനെയുള്ള ഓട്ടോണമസ് ബോഡിയിലേക്ക് എത്തലാണ്. ഇപ്പം പല യൂണിവേഴ്സിറ്റിയും കോളേജും ഓട്ടോണമസ് ആക്കേണ്ടത്. അതല്ല ഞാൻ പറയുന്നത്. ഓൾറെഡി സാക്ഷാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതേപോലെ തന്നെ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഈ തലത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നവരെ എഴുന്നേറ്റാട്ടെ. ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായേ പറ്റൂ. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ എത്തിയേ പറ്റൂ. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ JNU ഉണ്ട്, അലിഗഡ് ഉണ്ട്, ജാമിയ മില്ലിയുണ്ട്, ഒരുപാടെണ്ണമുണ്ട്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ മോഹിച്ചുകൊണ്ട് ഉയർന്നു പോകാൻ നമുക്ക് ആഗ്രഹമുണ്ടാകണമെന്നതാണ്. അതിനിപ്പോൾ ഒറ്റ ടെസ്റ്റേ വരുന്നുള്ളൂ. ആ ടെസ്റ്റിലേക്കാണ് നമ്മൾ കയറേണ്ടത്. ഓൾ ഇന്ത്യ തരത്തിലൊരു ടെസ്റ്റ് മാത്രം. ഇനി അതല്ല, എൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നും നിങ്ങൾ നിൽക്കരുത് എന്നതാണ്. ഇദ്ദേഹം ഇനി എന്താ പറയാൻ പോകുന്നത് എന്ന് വിചാരിക്കും. ഞാൻ പറയുന്നത്, ഇന്ന് ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ ഹംദാൻ ഫൗണ്ടേഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ ഈ പാരാവാരം പോലെ കിടക്കുന്ന കുട്ടികളിൽ നിന്നും ഇനി കയറിപ്പോകേണ്ടത് ഈ ക്യാമ്പസുകളിലേക്കാണ്. ഞാനിത് പ്രസംഗിക്കാൻ വേണ്ടി പറയുന്നതല്ല.
ഇനി നിങ്ങൾ അങ്ങോട്ടായി എത്തേണ്ടത്. ഞാൻ കഴിഞ്ഞ മാസത്തിൽ ഓഗസ്റ്റ് 15-ന് ഇപ്പോൾ അവസാനിക്കുന്നല്ലേ ഉള്ളൂ, 31 ഇന്ന്. അതുകൊണ്ട് ഓഗസ്റ്റ് 15-ന് ഞാൻ പ്രോഗ്രാമിന് പോയത് തിരൂർ സെൻട്രൽ സ്കൂളിലേക്കാണ്, മീൻസ് CBSE സെൻട്രൽ സ്കൂളിലേക്കാണ്. അതുകൊണ്ട് തിരൂരിലെ ആ 3000 കുട്ടികൾ പഠിക്കുന്ന സദസ്സിൽ അതിമനോഹരമായിട്ട് അവരിങ്ങനെ ഓഗസ്റ്റ് 15-ൻ്റെ പരിപാടിയിലൊക്കെ ഈ സ്കേറ്റിംഗ് കൊണ്ട് ഒക്കെ ഇന്ത്യയെ വരച്ച് അതിമനോഹരമായ പ്ലേ ഒക്കെ കഴിഞ്ഞിട്ട് അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ എത്തേണ്ടത് പിന്നെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പോലെയുള്ളതിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ സാർ എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, സാർ ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ ഇത്രയും കാലത്തിനിടയിൽ ഒരു കുട്ടി ഇപ്പോൾ പഠിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഞങ്ങളുടെ സ്കൂളിൽ നിന്നും പോയിട്ട് ഇപ്പോൾ അവൻ എത്തിയത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് എന്ന വിവരങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതേപോലെ കാലിക്കറ്റ് സ്കൂളിൽ പോയപ്പോൾ MM സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് പ്രതിനിധി പറഞ്ഞത്, എൻ്റെ കുട്ടി ഒരു നയാ പൈസ ഇല്ലാതെയാണ് സാർ ഈ യൂണിവേഴ്സിറ്റിയിൽ എത്തിയത് എന്നാണ്. ഞാനിപ്പോൾ ഇത് പറയുന്നത് ഞാൻ APJയുടെ കഥ പറയല്ല, ഞാൻ ശശി തരൂരിൻ്റെ കഥ പറയല്ല, ഞാൻ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് ഒരു നയാ പൈസയില്ലാതെ വിദേശ രാജ്യത്തിലെ യൂണിവേഴ്സിറ്റികളിൽ, ആ യൂണിവേഴ്സിറ്റികൾ 3 തട്ടാണ്: ബ്രിക്സ് യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. അതിലെ ബ്രിക്സ് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. എയിം ദ സ്കൈ, യു ക്യാൻ റീച്ച് ഓൺ ദ ടോപ്പ് ഓഫ് ദി ട്രീ. ഇഫ് യു എയിം ദ ട്രീ, യു ക്യാൻ ലേ ഓൺ ദി എർത്ത്. ആകാശ ലക്ഷ്യാക്കിയാലേ മരത്തിൻ്റെ മുകളെങ്കിലും നമുക്ക് എത്താൻ പറ്റൂ. മരത്തിൻ്റെ മുകളാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ താഴത്ത് തന്നെ കിടക്കേണ്ടി വരും. ഇതിലുള്ള വിദ്യാർത്ഥി കൂട്ടങ്ങളിൽ ഏറ്റവും മനോഹരമായി ഇനി എത്തേണ്ടത്, കാലം പറയേണ്ടത്, ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ എത്തി എന്നതാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് റൂമിൽ വെച്ചൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ കിടക്കുന്ന ലിസ്റ്റ് പ്രകാരം 1ാം റാങ്കിൽ നിൽക്കുന്നത് മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്, MIT ആണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. QS ആണ് അതിന് റാങ്കിങ് കൊടുത്തിട്ടുള്ളത്. QS റാങ്കിങ് എന്നാണ് അതിന് പറയുക. ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിലേക്കാണ് സത്യത്തിൽ നമ്മൾ എത്തേണ്ടത്. അത് എത്തുമോ സാറേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞാൽ, മലപ്പുറത്ത് നിന്നിപ്പോൾ 2 പ്രദേശത്തിലെ കുട്ടികൾ എവിടെ എത്തിയെങ്കിൽ, കോഴിക്കോട്ട് നിന്ന് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഇപ്പോൾ അവിടെ എത്തിയെങ്കിൽ, ഈ കൊല്ലം ജില്ലയിൽ നിന്ന് പ്രത്യേകിച്ചും എവിടെ നിന്നും എത്തിയില്ലെങ്കിലും ഹംദാൻ ഫൗണ്ടേഷൻ്റെ മുറ്റത്ത് നിന്ന് ഇന്നു മുതലെങ്കിലും ചിന്തിച്ചവിടെ എത്തണമെന്നാണ് ഞാൻ പറയുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് പഠിക്കണോ, ലോകത്തിൽ അതിൻ്റെ ഹബ് എന്ന് പറയുന്നത് ഹാർവാർഡ് ബിസിനസ് സ്കൂളാണ്. നിങ്ങൾക്ക് ഇക്കണോമിക്സ് പഠിക്കണോ, ലോകത്തിൽ അതിൻ്റെ ഹബ് എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞാൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രാചീനമായ യൂണിവേഴ്സിറ്റിയിൽ പോയി അതിമനോഹരമായി പഠിക്കണോ, അത് ട്രിനിറ്റി കോളേജാണ്. സർ ഐസക് ന്യൂട്ടൻ അടക്കം പഠിച്ചത് അതാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അതേപോലെ തന്നെ നിങ്ങൾക്ക് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെ, ജൗഹറിനെ ഇന്നേത് കുട്ടി പറഞ്ഞു എന്നോട്, സംസാരത്തിൽ നിങ്ങൾ ഒന്നും കൂടി ജൗഹറിനെന്ന് പറയോ, ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കേൾക്കണമെന്ന് ഏതൊരു കുട്ടി പറയണ്ടായി. അത് ഞാൻ എത്രയോ പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ പുതിയ തലമുറക്ക് മനസ്സിലാക്കാൻ, ഇന്ത്യയെ മനസ്സിലാക്കാൻ, ഹംദാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം അദ്ദേഹത്തെ ഒരു വാക്ക് ഞാൻ പറയുകയാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹർ യത്തീമായി വളർന്നിട്ടുള്ള കുട്ടിയാണ്. 2 മക്കളെയും, മൗലാന ഷൗക്കത്ത് അലിയെയും മുഹമ്മദ് അലിയെയും പഠിക്കാതെ നമ്മൾ SS കടന്നു പോകുന്നില്ലല്ലോ. ഉണ്ടോ? ഹിസ്റ്ററി കടന്നു പോകുന്നുണ്ടോ? SSL ഹിസ്റ്ററി കടന്നു പോകുന്നില്ല. അതുകൊണ്ട് മൗലാന ഷൗക്കത്ത് അലിയുടെ അനിയനാണ് മൗലാന മുഹമ്മദ് അലി. അദ്ദേഹത്തെ UK വിടുന്ന പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്സ്ഫോർഡിൽ പോയി അദ്ദേഹം പഠിക്കുന്നു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്നു. കാലങ്ങൾക്ക് ശേഷം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇതൊക്കെ നമുക്കറിയാം, വിശദീകരിച്ച് പറയുന്നില്ല. പക്ഷേ നമ്മൾ രക്ഷിതാക്കൾ ഓർക്കേണ്ടത്, അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവാണ്. പോകുന്ന സമയത്ത് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മോനെ, നീ പഠിച്ചുയർന്ന് ജോലി നേടി പൈസ കൊണ്ടുവന്ന് എനിക്ക് വലിയ കൊട്ടാര സമാനമായ വീട് വെക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് വലിയ വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കാനോ അല്ല നീ പോകുന്നത്. എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ടാക്കണം. എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം. 1931 കാലം, കലുഷിതമായ അന്തരീക്ഷം. അങ്ങനെ പറഞ്ഞയക്കുന്നു. ഉമ്മ പറഞ്ഞ വസിയത്ത് മുമ്പാണെങ്കിലും രാജ്യം പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി ജൗഹറുമുണ്ട്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബക്കിംഗ്ഹാം പാലസ് വലിയ ഒരു ഹാളാണ് അതിൻ്റെ ഉള്ളിൽ. ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ബക്കിംഗ്ഹാം പാലസിൻ്റെ, ലണ്ടനിലാണ് നിലകൊള്ളുന്നത്. അന്ന് ബ്രിട്ടീഷ് പാർലമെൻ്റ് അതാണ്. ബക്കിംഗ്ഹാം പാലസിൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരിക്കാൻ. 80 രാജ്യത്തിൻ്റെ പ്രതിനിധികളാണ് ഇരിക്കുന്നത്. കാരണം 80 രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. അതുകൊണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ വളരെ സൗഹാർദ്ദപൂർവ്വം സംസാരിക്കാൻ ഹോണറബിൾ എന്ന് പറഞ്ഞിട്ട്, ഹോണറബിൾ ജോർജ്
ബഹുമാനപ്പെട്ട ജോർജ് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ജോർജ് എന്ന് പറയുന്ന രണ്ടാമൻ 80 രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഹോണറബിൾ ജോർജ്, ഐ ആം ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് 32 crores. ഞാൻ 32 കോടി ജനതയുടെ പ്രതിനിധിയാണ് ജോർജ്. അതുകൊണ്ട് എനിക്ക് 1 കോടി ജനതക്ക് 1 മിനിറ്റ് താ. അങ്ങനെ 32 മിനിറ്റെങ്കിലും എനിക്ക് തരണം സംസാരിക്കാൻ. കാരണം ദേ ആർ വെയിറ്റിംഗ് ഫോർ മീ. ഞാൻ സ്വാതന്ത്ര്യവുമായി, എൻ്റെ ഗ്രൂപ്പ് എൻ്റെ കൂടെയുള്ള ഗ്രൂപ്പ് സ്വാതന്ത്ര്യവുമായി കടന്നു പോകുന്നത് കാത്തിരിക്കുകയാണ് എൻ്റെ ഭാരതം. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണം. ഒന്നുകിൽ ഇവിടെ 6 അടി മണ്ണ് താ, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം താ എന്ന് ജോർജിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, മൈ ബിലോവഡ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം he said that. എൻ്റെ സ്നേഹഭാജനമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും സ്റ്റോപ്പ് ദെയർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ. ഇവിടെ പറയരുത് ആ പേരിനെ, ബക്കിംഗ്ഹാം പാലസിൽ പറയരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും തൻ്റെ മേശയിൽ അടിച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് അദ്ദേഹം അതുവരെ ഹോണറബിൾ എന്ന് വിളിച്ച 80 രാജ്യത്തിൻ്റെ ചക്രവർത്തിയുടെ നേരെ നോക്കിയിട്ട് മൂക്കിന് നേരെ വിരൽ ചൂണ്ടിയിട്ട്, മിസ്റ്റർ ജോർജ്, if you ask about my religion, firstly, secondly, finally, I'm a Muslim, I'm a Muslim, I'm a Muslim, Mr. George. If you ask about my nation, firstly, secondly, finally, I'm an Indian, I'm an Indian, I'm an Indian only, Mr. George. നിങ്ങൾ ചോദിക്കുന്ന എൻ്റെ മതത്തെക്കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാൻ മാത്രമാണ്. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ രാജ്യത്തെക്കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് വീണ മൗലാന മുഹമ്മദ് അലി ജൗഹർ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ പ്രസംഗിച്ച് അവിടെ വിടുന്നു, ഓക്സ്ഫോർഡ് ആസ്പത്രിയിലേക്ക് മാറ്റുന്നു. വഴിമധ്യേ അദ്ദേഹം മരിക്കുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നു. ഹിയർ വാസ് ബറീഡ് മാസ്റ്റർ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഈസ് ദ ജംസ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യ ചരിത്രത്തിൻ്റെ രത്നമെന്നറിയപ്പെടുന്ന ജൗഹറിനെ ദാ ഇവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ബൈത്തുൽ മുഖദ്ദസിൽ ജൗഹറിൻ്റെ ആ മയ്യത്ത് കിടക്കുന്ന സ്ഥലത്ത് പോയി എത്തിയാൽ അവിടെ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതും ബൈത്തുൽ മുഖദ്ദസിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്ന രാജ്യത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഗ്ലോബൽ സിറ്റീസനെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ല, മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടല്ല, MLA ആക്കാനല്ല. അതൊക്കെ ആയുന്നവരായിക്കോ. പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ യശസ്സോട് കൂടി ഉയർന്നു നിന്ന് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒരു ഗ്ലോബൽ സിറ്റിസനായി മാറി ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യരായി മാറുമ്പോഴാണ് നമ്മൾ പർപ്പസ് ഓറിയൻറ്റഡ് എന്നതിലേക്ക് മാറുന്നത്. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് പറയുന്നത് അപ്പോഴാണ്. പർപ്പസ് ഓറിയൻറ്റഡ് ആകണമെങ്കിൽ ഗ്ലോബൽ ക്യാമ്പസിൽ നിങ്ങൾ പഠിക്കണം. ആ ക്യാമ്പസിൻ്റെ ബേസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമായിരിക്കും. ആ കിട്ടുന്ന പ്രതലം വെച്ചു ഇവിടെ അതിൻ്റെ പെർസ്പെക്റ്റീവ്, ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്ലാസ് നടക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. വലിയ വലിയ കോളേജിൽ പോലും അത് തുടങ്ങിയിട്ടില്ല. ഹംദാൻ ഫൗണ്ടേഷനിൽ അതിൻ്റെ ക്ലാസ് നടക്കുന്നു. ലോകോത്തര യൂണിവേഴ്സിറ്റികളെ അവർ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കലാലയങ്ങളിലേക്ക് കടന്നു പോകാൻ നമ്മളെ ആവേശം കൊള്ളിക്കുന്നു. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ സെമിനാറിൻ്റെ അവസാന ഘട്ടത്തിൽ സമയമില്ലാത്തത് കൊണ്ട് അത് ചുരുക്കിക്കൊണ്ട് പറഞ്ഞോട്ടെ, നിങ്ങൾ ഏത് കോഴ്സിലേക്കും പോയിക്കോ, ഏത് ലോകത്തേക്കും നിങ്ങൾ പോയിക്കോ, പക്ഷേ നമ്പർ 1 ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ എത്തൽ തന്നെയായിരിക്കണം. ഇത് നമ്മളോട് ഇന്നും പറയുന്നില്ല ആരും. പക്ഷേ ഡൽഹിയിൽ പോയാൽ അവിടെ ഏതോ കാലത്ത് നെഹ്റു കുടുംബം, ഏതോ കാലത്ത് ഗാന്ധി കുടുംബം, ഏതോ കാലത്ത് പട്ടാൻസ് കുടുംബം, ഏതോ കാലത്ത് ഠാക്കൂർ കുടുംബം, ഏതോ കാലത്ത് ഇതേപോലെ തന്നെയുള്ള ഒരുപാട് റെഡ്ഡി കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ ഡൽഹി ബേസ് ചെയ്തിട്ട്. ആ കുടുംബത്തിലെ കുട്ടികളെ ആരെയും നമ്മൾ ഡോക്ടറായി കാണുന്നില്ല, അവിടെ ആരെയും നമ്മൾ എഞ്ചിനീയറായി കാണുന്നില്ല. ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ എല്ലാവരെ നോക്കിയാലും അവരൊന്നുകിൽ കാംബ്രിഡ്ജിൽ പഠിച്ചവർ, അല്ലെങ്കിൽ ഇതിൽ പഠിച്ചവർ, അതിൽ പഠിച്ചവർ. ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധി എടുത്തോ, അച്ഛൻ പിന്നെ രാജീവ് ഗാന്ധി എടുത്തോ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ദിരാജി എടുത്തോ, അതിൻ്റെ അപ്പുറത്തേക്ക് നെഹ്റുവിനെ എടുത്തോ, എല്ലാവരും, ഞാൻ പറഞ്ഞത് ഇവിടെ പഠിക്കേണ്ടെന്നല്ല, ഇവിടുത്തെ സിലബസുകൾക്ക് എല്ലാ സല്യൂട്ടുകളും നൽകിക്കൊണ്ട്, പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് ആദരങ്ങൾ നൽകിക്കൊണ്ട്, നമ്മുടെ ഈ സിലബസുകളിൽ ഒരുപാട് കുറവുണ്ടെന്ന് പറയാൻ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും മെനക്കെടുകയാണ്. അതൊരു വിമർശനമല്ല, ഒരിക്കലും ഒരു വിശകലനമല്ല, എന്നാലും ഒരു ചെറിയ ചർച്ചയായി മുമ്പിൽ വെക്കുകയാണ്. കാരണം മനുഷ്യരോട് എങ്ങനെയാണ് ബന്ധങ്ങൾ പുലർത്തേണ്ടത് എന്ന് നമ്മുടെ സിലബസിലില്ല. വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ സിലബസിലില്ല. പ്രണയമെന്ന് പറഞ്ഞാൽ 4 ഭാഗം, ഇതൊക്കെ സിലബസിൻ്റെ ഭാഗമാണ്. മറ്റു ഭാഗത്തൊക്കെ ഉദാഹരണത്തിന് ഫീലിയോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനോട് തോന്നുന്ന ഇഷ്ടമാണ്. ഇറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വേറെ ഒരു ശൃംഗാരപരമായ ഇഷ്ടമാണ്. ഫീലിയോ ആണ് കൂട്ടുകാരോട് തോന്നേണ്ടത്. ഫീലിയോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനോട് നമുക്ക് തോന്നുന്ന ഇഷ്ടം. ആ ലേബൽ വിട്ട് നമ്മൾ കളിക്കില്ല. എന്നാൽ ഇറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളോടൊരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വേറൊരു അന്യമായ ഒരാളോട് തോന്നുന്നതിനെയാണ് ഇറോസ് എന്ന് പറയുക. ക്ലാസ് റൂമിൽ ആര് ഇറോസിനെ കൊണ്ടുവരുന്നുവോ അവർ ദ പാർട്ട് ഓഫ് ഡെവിൾസ് എന്നാണ്, പിശാചിൻ്റെ ഭാഗമാണ്. കാരണം വിശ്വസ്തയോടെ നമ്മളെ ക്ലാസ് റൂമിലേക്ക് വിട്ടിട്ടുള്ള കുട്ടികളെ ഈ ഫീലിയോ കാണേണ്ടതിന്, ഫീലിയോ എന്ന് പറഞ്ഞാൽ ഒരു പെങ്ങളെപ്പോലെ ആങ്ങളെയെപ്പോലെ കാണുന്നതിനെയാണ് ഫീലിയോ എന്ന് പറയുക. അത് സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എഗൈപ്പ് എന്ന് പറയുന്നതുണ്ട്. അത് ദൈവത്തോടുള്ള അൺകണ്ടീഷണൽ ലവ് ആണ്. പടച്ചവനോട്, ദൈവത്തോട്, അള്ളാഹുവിനോട് നമുക്ക് തോന്നുന്ന സ്നേഹം, അതിന് കണ്ടീഷൻ വെക്കരുത്. പടച്ചവൻ ഇത് തന്നാലേ ഞാൻ പ്രാർത്ഥിക്കൂ, നീ ഇങ്ങനെ ചെയ്താലേ ഞാൻ അങ്ങനെ ചെയ്യൂ, അങ്ങനെയില്ല. ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അത് അൺകണ്ടീഷണലാണ്. എന്നാൽ സുഹൃത്തുക്കളോട് തോന്നുന്നത് ഫീലിയോ എന്ന് പറയുന്ന ഫീലിംഗ് ആണ്. ഫീലിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് തോന്നുന്നൊരു ഇഷ്ടം, എല്ലാവരും പെങ്ങളാണ്, എല്ലാവരും ആങ്ങളെയാണ്, ആ ഒരു രീതിയിലേ പോകാവൂ. അതിലിടക്കെങ്ങാനും ഒന്ന് വഴിമാറിയൊരു ചിന്ത വരുന്നുവെങ്കിൽ നിങ്ങൾ ഇറോസിലേക്ക് മാറുന്നു. സ്വന്തം കൂട്ടുകാരികളെ ഇറോസിലേക്ക് കാണുന്നുവെങ്കിൽ അവനവൻ്റെ പെങ്ങന്മാരോട് പോലും മര്യാദ പാലിക്കാൻ അവന് സാധിക്കില്ല എന്നതാണ് സൈക്കോളജിയുടെ വേർഷൻ. അതുകൊണ്ട് അങ്ങനെയേ നമ്മൾ കാണാവൂ. ഇന്ന് ക്യാമ്പസുകളിലൊക്കെ വഴിയോരത്ത് കാത്തു നിൽക്കുകയാണ് ഓരോ ആളുകളും. ഇവിടെ എൻറിച്ച്മെൻറ്റ് പറയുമ്പോൾ, ഇവിടെ നമ്മൾ സുപ്രീമായിട്ട് നമ്മുടെ ഫ്യൂച്ചർ പറയുമ്പോൾ ആരൊക്കെയോ നമ്മുടെ ഫ്യൂച്ചറിനെ തകർക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്നും എനിക്ക് 2 വീഡിയോസ് അയച്ചു തന്ന എൻ്റെ കൂട്ടുകാർ, എനിക്ക് വേണ്ടി റിസർച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട്, അവരയച്ചു തന്ന വീഡിയോസിൽ പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതുമായി, ഇന്നത്തെ ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടാണ്. പെൺകുട്ടികളാണ് ഇന്ന് ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുന്നില്ല, ജനറലൈസ് ചെയ്ത് പറയാനും പാടില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ അറിയാതെ അതിൽ പെട്ടുപോവുകയാണ്. മയക്കുമരുന്നിൻ്റെ താണ്ഡവം മൊത്തത്തിലായി കഴിഞ്ഞു. എന്തിനാ ലിബറലിസം എന്നറിയോ? പാവം രാഷ്ട്രീയക്കാർക്കറിയില്ല, പാവം സോഷ്യൽ നേതാക്കന്മാർക്കറിയില്ല. ലിബറലിസം എന്ന് പറയുന്നത് കൊണ്ട് നടക്കുന്നത് തന്നെ ഒരു ലിബറൽ മൂഡിലേക്കും ആ ലിബറലിസത്തിൻ്റെ എക്സ്ട്രീമിലേക്കും പോകാനാണ്. എന്താണ് യഥാർത്ഥ ലിബറലിസം? അതൊക്കെ രാവിലെ ഇവിടെ കഴിഞ്ഞു പോയത് ഞാൻ സംസാരിക്കുന്നില്ല. യഥാർത്ഥ ലിബറലിസം നമ്മുടെ മൂല്യത്തിൽ നിന്നുകൊണ്ട് വിശാലമായി എല്ലാവരെയും കാണലാണ്. അല്ലാതെ സ്വന്തം മാതാവ് തനിക്ക് മയക്കുമരുന്നടിക്കാൻ പൈസ തരാത്തതിൻ്റെ പേരിൽ രാത്രിയിൽ ചെരവ് കൊണ്ടുവന്നിട്ട്, അടുക്കളയിൽ നിന്ന് ഇരുമ്പിൻ്റെ ചെരവ് കൊണ്ടുവന്ന് ഉറങ്ങിക്കിടക്കുന്ന മാതാവിനെ അടിച്ചു വന്നിട്ട് കഞ്ചാവ് അടിച്ച് നടക്കുന്നതിൻ്റെ പേരല്ല നിയോ ലിബറലിസം. കോടതിയുടെ വരാന്തയിൽ വെച്ചിട്ട് 18 വർഷം വളർത്തി വലുതാക്കിയ മാതാവ് കെഞ്ചി പറയുന്ന സമയത്ത്, അവൾ നിന്റെ അമ്മയല്ലേ എന്ന് ജഡ്ജ് ചോദിക്കുന്ന സമയത്ത് സമയം നീട്ടാനാ പറഞ്ഞാൽ ഞാൻ ചുരുക്കാനാണ് ശ്രമിക്കുന്നത്. ഏതായിരുന്നാലും ജഡ്ജ് ചോദിക്കുന്ന സമയത്ത് ആ ജഡ്ജിൻ്റെ ആ മനോഭാവം ഉണ്ടല്ലോ, പാവം നിന്റെ അമ്മയല്ലേ മോളെ എന്ന ചോദ്യത്തിന് മറുപടി എന്താ കൊടുക്കുന്നതെന്നറിയോ? ഈ സമൂഹം കൊടുക്കുന്ന മറുപടി, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ വേണമെങ്കിൽ ആ മറുപടി ആളുകൾ ചോദിക്കുമ്പോൾ, കൗൺസിലിംഗ് ഡെസ്കിൽ ചോദിക്കുമ്പോൾ മറുപടി അതാണ്. മാതാപിതാക്കൾ തമ്മിൽ സുഖരസകമായി കഴിഞ്ഞ സമയത്തെ ഒരു സുഖാനുഭൂതിയിൽ ഉണ്ടായ ഒന്ന് എന്നതല്ലാതെ എനിക്കെന്ത് കമ്മിറ്റ്മെൻറ്റ് എന്ന് ചോദിക്കുന്നതാണോ ലിബറലിസം? അതാണോ ലിബറലിസം? കുറേ മുമ്പ് ഞാനൊരു പ്രസംഗം നടത്തി, യൂറോപ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ട്. അത് പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി വേണ്ടായിരുന്നു എന്ന്. ചിലതങ്ങനെ തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. അവിടെ നടക്കുന്നത് ഇവിടെ വരുത്തരുത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അവിടെ ഒരു രീതി നടക്കുന്നുണ്ട്, അഥവാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യാത്ര പോവുകയും ആ യാത്ര പോയതിനു ശേഷം കീ എക്സ്ചേഞ്ച് എന്ന് പറയും. വിശദീകരിച്ച് പറയാൻ എനിക്ക് മടിയുണ്ട്. ഭാര്യമാരുടെ കണ്ണുകളെല്ലാം ഇറുക്കി കെട്ടിയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുള്ള കാറിൻ്റെ കീ തപ്പിയെടുത്തിട്ട് ഏത് കീയാണോ കിട്ടിയത് അയാളുടെ കൂടെ പോകുന്നതാണ് കീ എക്സ്ചേഞ്ച്. കേരളം കണ്ടിട്ടില്ലാത്തത്, പക്ഷേ ഈ അടുത്തിടെ എറണാകുളത്ത് അത് സംഭവിച്ചു കഴിഞ്ഞു. ഇതാണോ നിയോ ലിബറലിസം? വൃത്തികെട്ട ലോകത്തിലേക്ക്, നമ്മളെ മാറ്റി വിളിക്കുന്ന ലോകത്തിലേക്ക് തിരിഞ്ഞു പോകലാണോ ലിബറലിസം? അവസാനം എല്ലാം കഴിഞ്ഞിട്ട് യൂറോപ്പ് പോലെ വീണ്ടും റിട്ടേൺ ബാക്ക് ടു വാല്യൂസിലേക്ക് തിരിച്ചു വരുന്നൊരു കാലമുണ്ട്. അധികം വൈകാതെ ഒരു കാലം. ആ കാലം തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അമ്മ പോലും നമ്മളോട് യാത്ര പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്ക് യൂട്യൂബ് തുറന്നാൽ വീഡിയോ കാണാം. മയക്കുമരുന്നടിക്കുന്ന ഒരു പയ്യൻ്റെ അമ്മയെ കുത്തി നോവിച്ചിട്ടുള്ള, മാതാവിനെ കുത്തി കൊന്നിട്ടുള്ള മകൻ്റെ വീഡിയോസ് ഉണ്ട്, യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ആരും ഉപയോഗിക്കരുത് സഹോദര എന്ന് പറഞ്ഞ് വിലപിച്ച് കരയുന്നുണ്ട്. ഈ കരച്ചിലിൻ്റെ ബാക്കി പത്രമാകലാണോ നമ്മുടെ ദൗത്യം? അതാണോ നിയോ ലിബറലിസം?
അതുകൊണ്ട് ക്യാമ്പസിലേക്ക് പോകുമ്പോൾ ലിബറലിസത്തെക്കുറിച്ച് ആളുകൾ പറയും. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, മക്കളെ വഴികെടുത്തുന്ന ലിബറലിസം നല്ലതല്ല. മനുഷ്യ സൗഹാർദ്ദത്തിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിലാകാൻ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഏതൊക്കെ മതങ്ങളുണ്ടോ അവരെല്ലാവരും ഒന്നിച്ചു പോകലാണ് ലിബറലിസത്തിൻ്റെ മീനിങ് എങ്കിൽ അതിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അതല്ല ഈ മോശപ്പെട്ട ലോകത്തിലേക്ക് മനുഷ്യരെ തെളിച്ചിട്ട് പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മാനപ്പുകയിൽ മാത്രം, ആ സമ്മാനത്തിൽ മാത്രം ഒറ്റിച്ചു കൊടുക്കുന്ന ഗുളികകൾ പോരാ, സ്റ്റാമ്പ് സൈസിൽ കൊടുക്കുന്ന സമ്മാനങ്ങൾ അതും പോരാ, ബർത്ത്ഡേ പാർട്ടിക്ക് അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കുടിപ്പിക്കുന്ന പാനീയങ്ങൾ. ഇതാണോ നിയോ ലിബറലിസം? ഒരു കുട്ടി എൻ്റെ മുമ്പിൽ നിന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? സർ, എൻ്റെ നശിച്ച ബർത്ത്ഡേ എന്നാണ്. ബർത്ത്ഡേക്ക് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് മുഴുവൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തത് എൻ്റെ ഉമ്മയാണ്. ആ പാവം കുട്ടി പറയും, എൻ്റെ ഉമ്മ എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. പാവം രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാം പാചകം ചെയ്ത് ആകെ പ്രയാസപ്പെട്ട് 12 മണിയോട് കൂടിയിട്ട് ഞങ്ങൾക്കെല്ലാം ഭക്ഷണം തന്ന് ഞങ്ങൾ പിരിഞ്ഞതാണ്. ഹോസ്റ്റലിലെത്തിയപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ, എൻ്റെ കൂട്ടുകാർ, പീർ ഗ്രൂപ്പ്, അവർ കൂടി ആരോ പുറത്തു പോയിട്ടുണ്ടായിരുന്നു, അവർ തിരിച്ചു വന്നു. അങ്ങനെ എൻ്റെ റൂമിലേക്ക് എല്ലാവരും കൂടി വന്നു. എൻ്റെ ബർത്ത്ഡേ, എൻ്റെ നശിച്ച ബർത്ത്ഡേ, എൻ്റെ കൈകാലുകൾ ബന്ധിച്ച് കാല് കയ്യിൽ പിടിച്ച് എല്ലാവരും തളർത്തിയിടുകയാണ്. എന്നിട്ട് എൻ്റെ വായിലേക്ക് ഇന്നേ വരെ ബീറടിച്ചിട്ട് പോലുമില്ലാത്ത എൻ്റെ വായിലേക്ക് വിഷവീല്യമുള്ള ആ വീഞ്ഞിങ്ങനെ ഒഴുക്കി തരികയാണ്, മദ്യം ഒഴിച്ചു തരികയാണ്. അതിനുശേഷം പിന്നീട് ഞാൻ അതിൻ്റെ ആളായി. അതിൽ തന്നെ ഇപ്പം മദ്യത്തിൽ തന്നെ പലതും ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് എൻ്റെ നശിച്ച ബർത്ത്ഡേ എന്ന് നമ്മുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുന്ന കുട്ടികളുടെ ബാക്കി പത്രമാകലാണോ പ്രിയപ്പെട്ടവരെ നിയോ ലിബറലിസം എന്ന് പറഞ്ഞാൽ? ഒരു ഉമ്മ വിളിച്ചിട്ട് പറയാണ്, സാർ, എനിക്ക് എൻ്റെ വീട്ടിൽ കിടക്കാൻ പേടിയുണ്ട്, നിങ്ങളൊരു സമയം തരുമോ എൻ്റെ മകനെയും കൊണ്ടുവരാൻ? ഞാൻ പറഞ്ഞു, ഞാൻ കൗൺസിലിംഗ് നടത്തുന്നില്ല, എൻ്റെ അസിസ്റ്റൻ്റുമാരുണ്ട്, അവരുടെ കയ്യിൽ പോയിക്കോ. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, സാർ, എനിക്ക് എൻ്റെ വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, അതെന്താണ്, നിങ്ങൾക്ക് എന്താ ഉറക്കം കിട്ടായികയാണോ? ആ പറഞ്ഞു, അല്ല സാർ, അപ്പുറത്തെ റൂമിലിരുന്ന് ഉപയോഗിക്കുന്ന എൻ്റെ മോൻ കുറേ കഴിഞ്ഞാൽ പിന്നെ മാതാവേതാണ് പെങ്ങളേതാണ് എന്ന് തിരിച്ചറിയാതെ എന്നിലേക്ക് കടന്നു വരുന്നു സാർ എന്ന് വിലപിക്കുന്ന മാതാക്കളുടെ എണ്ണം കൂട്ടലാണോ നിയോ ലിബറലിസം? നിങ്ങൾ പറ. അതുകൊണ്ട് ക്യാമ്പസ് നമ്മുടെ മാടി വിളിക്കുമ്പോൾ ഏത് കോഴ്സും നിങ്ങൾ ചെയ്തോ, അതേതാകട്ടെ, if it is MBBS, if it is engineering, if it is CA, if it is advocate, ഏത് LLB ഏതുമാകട്ടെ, ഏത് മേഖലയിലേക്ക് നിങ്ങൾ പോയാലും ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമേ നിങ്ങൾ പോകാവൂ. ആ ലക്ഷ്യം നമ്പർ 1 കരിയറിൽ 3 എണ്ണമേ നിങ്ങൾ ശ്രദ്ധിക്കാവൂ. നമ്പർ 1 ഗോൾ സെറ്റിംഗ് ആണ്, നമ്പർ 2 വെൽ പ്ലാനിങ് ആണ്, നമ്പർ 3 അറ്റ്മോസ്ഫിയർ ക്രിയേഷൻ ആണ്. ഒന്നും കൂടി പറയാം. നമ്പർ 1 ഗോൾ സെറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള ഗോൾ സെറ്റിംഗ്. പിന്നെ വെറുതെ ഗോൾ ചെയ്തിട്ട് അവിടെ ഇരുന്നാൽ പോരാ, പ്ലാനിങ്, വെൽ പ്ലാനിങ്. ഏത് വർഷത്തിൽ ഞാൻ എവിടെ എത്തണം, അതിൻ്റെ ടെസ്റ്റുകൾ ഏത്, ആ ടെസ്റ്റുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ റെഫറൻസസ് ഏത്, അല്ലെങ്കിൽ അത് പഠിക്കേണ്ടുന്ന ഇടമേത്, അങ്ങനെ പ്ലാനിങ്. അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എത്ര, അതിനെനിക്ക് ബാക്കപ്പ് ഉണ്ടോ, ഇതിൻ്റെയൊക്കെ ഭാഗങ്ങൾ. അത് കഴിഞ്ഞിട്ട് അറ്റ്മോസ്ഫിയർ, എൻ്റെ വീട്ടിൻ്റെ അന്തരീക്ഷം, ക്യാമ്പസിൻ്റെ അന്തരീക്ഷം എല്ലാം ശരിപ്പെട്ടാലേ നമുക്ക് കരിയർ ഫുൾഫിൽ ചെയ്യാൻ പറ്റൂ. എത്രയോ A+കാർ നിലം പൊത്തി വീണ കേരളമാണിത്. അതാ ഞാൻ A+കാരെ കുറിച്ച് പറയുമ്പോൾ എല്ലാ A+കാർക്കും സല്യൂട്ട് നൽകിക്കൊണ്ട് തന്നെ പറഞ്ഞോട്ടെ. എത്രയോ A+ വാങ്ങിയിട്ട് നാട് മുഴുവനും പോസ്റ്ററെല്ലാം ഒട്ടിച്ചിട്ട് ഭയങ്കര ഉഷാറാക്കി നടന്നിട്ടുള്ള കുട്ടികൾ ഇന്നെവിടെ എന്ന് പല കുട്ടികളുടെയും ചോദ്യത്തിൻ്റെ ഉത്തരം അവർക്കില്ല. പല കുട്ടികളെയും കാണാനേ ഇല്ല. കാരണം പഠിക്കാൻ പോയ ക്യാമ്പസിൽ ഈ ക്യാമ്പസിൻ്റെ ഇക്കിളിപ്പെടുത്തൽ ലെവൽ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് ദയവ് ചെയ്ത് ഏത് ക്യാമ്പസിൽ പോയാലും നമ്മൾ വ്യത്യസ്തരായി നിൽക്കണം, വ്യതിരിക്തമായി നിൽക്കണം. നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ, ഈ മാതാപിതാക്കളെ മാനിച്ചുകൊണ്ട് ഇവരെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കണം. ചിലപ്പോൾ ലിബറലിസത്തിൻ്റെ ആളുകൾ പറയും, എന്ത് മാതാവ് മാതാവിനനുസരിച്ച് ജീവിക്കുന്നത് എന്തിന്, എന്ത് പിതാവ് പിതാവിനനുസരിച്ച് ജീവിക്കുന്നത് എന്തിന്, ഇവിടെ രക്ഷിതാക്കൾ വന്നിരിക്കാൻ. നാളെ നിങ്ങളും രക്ഷിതാവാകും, നിങ്ങൾക്കും മക്കളുണ്ടാകും. ഈ ലിബറലിസം പോയി എവിടെ എത്തുന്നറിയോ? നിങ്ങൾ വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോൾ, ഞാൻ പറഞ്ഞത് ഇവിടെ GCC കൺട്രീസിലൊന്നുമല്ല, യൂറോപ്പിൻ്റെ ചില രാജ്യത്ത് പോകുമ്പോൾ ഞാൻ പോയിട്ടുണ്ട്. ഫംഗ്ഷന് പോകുന്ന സമയത്ത് 2 മക്കളെ കാണിച്ചു തരും. ഇതെൻ്റെ ഭാര്യയുടെ മോനാണ്, ഇതെൻ്റെ ലവറിൻ്റെ മോനാണ് എന്നാണ് നമുക്ക് പറഞ്ഞുതരിക. ഇതെൻ്റെ കാമുകിയിലുണ്ടായ എൻ്റെ കുട്ടി, ഇതെൻ്റെ ഭാര്യയിലുണ്ടായ എൻ്റെ കുട്ടി. ഇതാണ് യൂറോപ്പിൻ്റെ പല രാജ്യത്തിൻ്റെയും കൾച്ചർ. അതാണോ നിയോ ലിബറലിസം? അവരത് ആകെ പ്രയാസപ്പെട്ട് ഇപ്പോൾ മക്കളൊക്കെയും ദുരന്തത്തിലായപ്പോൾ അവരിപ്പോൾ വാല്യൂസിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 100 വർഷം മുമ്പ് അവരാഘോഷിച്ചതിനെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്പാകട്ടെ മൊത്തം വാല്യൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ നാട്ടിലല്ലേ ശിരോവസ്ത്രവും അതേപോലെ തന്നെ വസ്ത്രങ്ങൾ അഴിപ്പിച്ചിട്ടും പരീക്ഷ? നമ്മുടെ പരീക്ഷകളൊക്കെ പഴഞ്ചനാണ് എന്നാണ് യൂറോപ്പ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ലേഖനങ്ങൾ വന്നല്ലോ. കാരണം നമ്മൾ നീറ്റ് എക്സാമിനെ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തല്ല, പക്ഷേ പ്രാചീനമാണെന്ന് അവർ പറയുന്നു. എന്തുകൊണ്ട് പറയുന്നു എന്നറിയോ? ഇതിലും വലിയ ടെസ്റ്റുകൾ ലോകത്തിലുണ്ട്. ആ ടെസ്റ്റുകൾ എഴുതുമ്പോൾ കമ്പ്യൂട്ടറിൽ ചോദ്യങ്ങൾ വരും. ആ ചോദ്യം വരുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന കുട്ടിക്ക് വേറെ ക്വസ്റ്റ്യനാണ്, അവിടെ ഇരിക്കുന്ന കുട്ടിക്ക് വേറെ ക്വസ്റ്റ്യനാണ്. ഓപ്പൺ ബുക്ക് എക്സാം ആണ്. ലൈബ്രറിയിൽ ഇരുന്നിട്ട് എഴുതാം, വേറെയുള്ള സ്ഥലത്തിരുന്നിട്ട് എഴുതാം. നമ്മളിങ്ങനെ ചോദ്യത്തിന് ആൻസർ ചെയ്ത് അതുകൊണ്ട് ഫിനിഷ് ആകുമ്പോഴേക്ക് ചോദ്യം അങ്ങോട്ട് പോകും. പിന്നെ ഇവിടെ കോപ്പി അടിക്കാൻ സമയം തന്നെയല്ല. ഒരു കുട്ടിക്കുള്ള ക്വസ്റ്റ്യൻ വേറൊരു കുട്ടിക്ക് ഇല്ലതാനും. ലോകത്തിൽ ഇത്രയും വലിയ ടെക്നോളജി വന്നിട്ട് അത് ഉപയോഗിക്കാതെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരേ ചോദ്യത്തിൻ്റെ 10,000 വേർഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അധ്യാപകൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയാൽ അതേ ചോദ്യത്തിൻ്റെ പെഡഗോഗി കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇയാൾക്ക് വേറെ ക്വസ്റ്റ്യൻ അയാൾക്ക് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുത്താൻ പറ്റുന്ന കാലത്ത് നമ്മൾ എന്തിനാണ് ഈ ആഭാസത്തിന് നിൽക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ക്യാമ്പസിലേക്ക് നീറ്റ് എഴുതി JEE ഒക്കെ പക്ഷെ ഇതിനുമപ്പുറം ലോകോത്തര യൂണിവേഴ്സിറ്റിയിലേക്ക് 200 രാജ്യത്തിൻ്റെ കുട്ടികളുടെ മത്സരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ടേ മുന്നോട്ട് പോകാവൂ. അങ്ങനെയേ മുന്നോട്ട് പോകാവൂ. ഈ കുട്ടികളൊരു പക്ഷേ കേൾക്കാത്തത് കൊണ്ട് ചിലപ്പോൾ സമൂഹം കേട്ടിട്ടുണ്ടാകാം. ഈ പുതിയ കുട്ടികളുടെ തലമുറയിലെ കുട്ടികൾ പ്രസംഗമൊന്നും അധികം കേൾക്കാറൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ലൈവായിട്ട് ഞാനൊരു കുട്ടിയെ പറയാം. എത്രയോ തവണ പറഞ്ഞ കുട്ടിയാണ്, ഞാൻ ആവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്ത കുട്ടിയുടെ പേരാണ് അശ്വിനി. 2000 ഇതുപോലെയുള്ള മഹാസദസ്സിൽ 2000 കുട്ടികളും എന്താണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? 2000 കുട്ടികൾക്കും വാങ്ങാനുള്ളത് അവാർഡാണ്, A+ൻ്റെ അവാർഡ്. മലപ്പുറം ജില്ലയിലെ മൊത്തം കുട്ടികളുടെ A+കാരുടെ സമ്മേളനം. അതിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ആൻസർ പറഞ്ഞാൽ 3000 രൂപ തരാമെന്ന് പറഞ്ഞു. ഞാൻ 1 മിനിറ്റ് കൊണ്ട് ആ കഥ അവസാനിപ്പിക്കാം. വിശദീകരിച്ച് പറയുന്നില്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയണം. 3000 രൂപ തരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇടത്തെ ഭാഗത്ത് നിന്നു ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നു. അശ്വിനി എന്നാണ് അവളുടെ പേര്. ആ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ പറയാം. ഞാൻ ചോദ്യം ചോദിച്ചു, ആൻസർ അവൾ പറയാൻ തുടങ്ങി. 3 മിനിറ്റ് കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. ഞാൻ പറഞ്ഞു, മോളെ ഇരിക്ക്, അതല്ല ആൻസർ എന്ന് പറഞ്ഞു. ആ കുട്ടി ഇരിക്കുന്നില്ല. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് മഞ്ഞ ചുരിദാറുകാരിയായ അശ്വിനി കണ്ണിൽ വെള്ളം നിറച്ചിട്ട് എന്നോട് ആജ്ഞാപിക്കും പോലെ റിക്വസ്റ്റ്, അങ്ങനെയുണ്ടല്ലോ, ആജ്ഞാപിക്കും പോലെ റിക്വസ്റ്റ്, സാർ 1 മിനിറ്റ്, സാർ 1 മിനിറ്റ്. എത്ര പറഞ്ഞിട്ട് കുട്ടി ഇരിക്കുന്നില്ല. സാർ 1 മിനിറ്റ് കൂടി. ആ ആജ്ഞാപനം പോലെയുള്ള റിക്വസ്റ്റ് കണ്ടപ്പോൾ എന്നാ മോള് പറയാന്ന് പറഞ്ഞു. ആ കുട്ടി കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു. കരഘോഷം മുഴക്കി എല്ലാ സദസ്സും. നേരെ കുട്ടി ഇങ്ങോട്ട് വന്നു. നേരെ നമ്മൾ സമ്മാനവും കൊടുത്തു. 3000 രൂപ വാങ്ങിക്കുമ്പോൾ പത്രക്കാരുണ്ട് ഇപ്പുറത്ത്, പത്രക്കാരുടെ പരിപാടിയാണ്. ആ സമയത്ത് ആ 3000 രൂപ വാങ്ങിക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണിന്നിങ്ങനെ വെള്ളം ചാടുന്നുണ്ട്. ഈ കൈകൊണ്ട് 3000 വാങ്ങിക്കുന്നുണ്ട്. ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് ആ കുട്ടിയെ വിളിപ്പിക്കാൻ പറഞ്ഞു പത്രക്കാരോട്. അവർ വിളിപ്പിച്ചു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോളെ 3000 രൂപ തന്നപ്പോൾ നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞത് എന്ന്, നീ എന്തിനാ ഇത്ര വിഷമിച്ചത് എന്ന്. ആ സമയത്ത് ആ കുട്ടി കൈപൂപ്പിക്കൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? സാർ, എൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. കഴിഞ്ഞ മാസത്തിൽ ആക്സിഡൻറ്റ് പറ്റി വീട്ടിൽ കിടപ്പിലാണ്. ആശുപത്രിയിൽ ഒരുപാടായി. ഞങ്ങളുടെ ആധാരം പോലും പണയത്തിലാണ്. ഒരു കൊച്ചു വീടേ ഉള്ളൂ. ഇപ്പം മരുന്നിന് പോലും പൈസ ഇല്ല സാർ. ഇന്ന് നിങ്ങൾ തന്ന 3000 എനിക്ക് 3 ലക്ഷം രൂപയ്ക്ക് തുല്യമാണ്. എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, സാർ 1 മിനിറ്റ് സാർ, 1 മിനിറ്റ് എന്ന് കരഞ്ഞുകൊണ്ട് ആജ്ഞാപിക്കുമ്പോൾ ആ വിരൽ തുമ്പിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. മോളെ മരുന്നിന് പൈസ ഇല്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ മുഖം കണ്ടുകൊണ്ടാണ് സാർ 1 മിനിറ്റ് എന്ന് ഈ കുട്ടി പറയുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുമ്പോൾ 2000 കുട്ടികൾക്ക് പറയാൻ പറ്റാത്ത ആൻസർ ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് സൈക്കോളജിസ്റ്റ് പോലും വിധി എഴുതിയ ആൻസർ, ആൾക്കൂട്ടത്തിൽ നിന്നിട്ട് ഇതുവരെ കേൾക്കാത്ത ആൻസർ ഉയർത്തെഴുന്നേറ്റ് പറയാൻ പറ്റും. സ്വന്തം മാതാക്കളെ പ്രണയിച്ചാൽ, സ്വന്തം മാതാക്കളെ സ്നേഹിച്ചാൽ. അതാണ് അശ്വിനിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ മാതാപിതാക്കളെ വിട്ടുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാനില്ല. ലോകത്തിൽ അങ്ങനെ ഒരു പ്രണയവുമില്ല. ഈ ഹംദാൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് അങ്ങനെ പറയാൻ എൻ്റെ പ്രിയപ്പെട്ട കബീർ ബാക്കവി സാഹിബിന് ഏറ്റവും വലിയ സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നു. അദ്ദേഹത്തിന് പകരമായി ഞാൻ അതിനെ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് ഞങ്ങൾക്ക് ബുഖാരി ഷരീഫ് എന്ന് പറയുന്നതാണ്, അഥവാ ബുഖാരി ഷരീഫ് എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലെ ആദ്യത്തെ സൂക്തം തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ ഹദീസ് തന്നെ, നബി വചനം തന്നെ എന്താണെന്നറിയോ? നിങ്ങളനുസരിച്ച നിയ്യത്ത് പോലെയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞിട്ട്
പുറപ്പെട്ടാണ്. ഒട്ടുമിക്ക ഹദീസുകൾ അങ്ങനെ തുടങ്ങും, ഞാൻ ബുഖാരി മാത്രം പറയുന്നു. അങ്ങനെ വന്ന് പറയുന്നത് എന്താണെന്നറിയോ? നീ ഒരു പെൺകുട്ടിയെ തേടി പുറപ്പെട്ടാൽ അതിനെ നിനക്ക് ലഭിക്കും, നീ അധികാരത്തെ തേടി പുറപ്പെട്ടാൽ അത് നിനക്ക് ലഭിക്കും, അതല്ല നീ ദൈവത്തെയും അവൻ്റെ പ്രവാചകനെയും തേടിയാണ് പുറപ്പെട്ടതെങ്കിൽ അവരെ നിനക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ക്യാമ്പസിൻ്റെ ഉൾക്കടത്ത് നിന്നിട്ട് ഏതോ ഒരു അമുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ചിട്ട് അവളെ മറ്റൊന്നാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് ആരും ധരിക്കണ്ട. അതിന് ലവ് ജിഹാദ് എന്നും ഷൂൾ ജിഹാദ് എന്നും നിങ്ങൾ പേര് കൊടുക്കണ്ട. അങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാമിലില്ല. കാരണം നീ ഒരു പെണ്ണിനെ തേടി പുറപ്പെട്ടാൽ പെണ്ണിനെ നിനക്ക് കിട്ടും, ദൈവത്തെ നിനക്ക് കിട്ടുകയില്ല എന്നാണ്. അതുകൊണ്ട് അങ്ങനൊരു ഇസ്ലാം ആക്കലില്ല, അങ്ങനൊരു മറ്റുള്ള ജാതി ആക്കലില്ല. ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ തന്ത്രങ്ങൾ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അങ്ങനെ ഒന്നേയില്ല. ഒരിക്കലും ഒരു അമ്മ വളർത്തി വലുതാക്കിയ ഒരു പെൺകുട്ടിയെ ഒരു മുസ്ലിം കുട്ടി കടന്നാക്രമിച്ച് കൊണ്ടുവരരുത്. ഇപ്പുറത്ത് അതേപോലെ ഒരു പാവം ഉമ്മ അത്രയും വളർത്തി വലുതാക്കി ആ പാവം പെൺകുട്ടിയെ മറ്റാരും കൊണ്ടുപോകരുത്. ഇവർക്ക് തമ്മിൽ വിവാഹം കഴിക്കാൻ നിയമപരമായ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ മൂല്യം വെച്ചുകൊണ്ട് അതിമനോഹരമായ സംഗമമായി നമുക്ക് മാറണം. അങ്ങനെ ഏതെങ്കിലും ഒരു ദൂരതയിൽ അത് തോന്നിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. ആ അമ്മയും ഈ ഉമ്മയും, അല്ലെങ്കിൽ ആ അമ്മയും ഈ ഉമ്മയൊക്കെ വേദനിക്കുമെന്ന് കണ്ട് അതിന് നിൽക്കാതിരിക്കുമ്പോഴാണ് ക്യാമ്പസ് സജീവമാകുന്നത്. ക്യാമ്പസ് അതാണ്. ഒരിക്കൽ പാലക്കാട് വെച്ചൊരു പരിപാടിയിൽ ഒരു നടനോട് ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. ചുംബന സമരം നടക്കുന്ന സമയമാണ്. സർ, ചുംബന സമരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറയും. മഹാനടനാണ് മലയാളത്തിൻ്റെ. അദ്ദേഹം പറഞ്ഞു, നിന്റെ പെങ്ങളാണെങ്കിൽ നീ സമ്മതിക്കുമോ എന്നാണ്. ആ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ക്യാമ്പസിലെത്തുമ്പോൾ 3000 കുട്ടികളുണ്ടാകും. അത് നമ്മുടെ പെങ്ങന്മാരാണ്. അങ്ങനെ ഒരു ആങ്ങളയുണ്ടെങ്കിൽ ആ ആങ്ങളയെ 3000 കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. അതായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. സമൂഹത്തിനെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. സമൂഹത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഇവിടെ ഈ ഹംദാൻ ഫൗണ്ടേഷൻ അങ്ങനെയാണ് കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. ഇത് കേവലം ഒരു ഹിഫ്ള് കോളേജ് മാത്രമല്ല, കേവലം ഒരു ആലിം കോളേജ് മാത്രമല്ല. ഇവിടെ വന്ന് പഠിച്ചുയർന്നു പോകുന്ന ആളുകൾ നാളെ ഗ്ലോബൽ സിറ്റിസൺഷിപ്പിലേക്ക് പോവുകയാണ്. ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് സിറ്റിസൺഷിപ്പ് മാറ്റുക എന്നതല്ല. ഇന്ത്യൻ സിറ്റിസൺ മാറ്റിയിട്ട് മറ്റുള്ള നമ്മൾ കേരളക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ഓസ്ട്രേലിയയിലോ കാനഡയിലോ പോയി ജീവിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പകരം ഗ്ലോബലി പോയി പഠിച്ചു ലോകത്തിന് സംവിധാനമുണ്ടാക്കുന്ന, ലോകത്തിൽ സമാധാനമുണ്ടാക്കുന്ന, അതുവഴി നമ്മുടെ ഇന്ത്യയെ യശസ്സിനെ ഉയർത്തുന്ന അതിമനോഹരമായ ക്യാമ്പസിനെയാണ് ഇവിടെ വളർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൽ സിവിൽ സർവീസ് ഉണ്ട്, ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ടെസ്റ്റുകളുണ്ട്. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഹംദാന് വേണ്ടി പറഞ്ഞുകൊള്ളട്ടെ എന്ന് വെച്ചാൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ ഒരു നയാ പൈസയുടെ ആവശ്യമില്ല. ടിക്കറ്റിൻ്റെ പോലും പൈസയുടെ ആവശ്യമില്ല. ലോകോത്തര യൂണിവേഴ്സിറ്റിക്ക് 5-6 രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ പറയാനിപ്പോൾ സമയമില്ല. അത് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് തന്നവർ കൊണ്ടുപോകും. നിങ്ങൾക്ക് റെഫറൻസിന് വേണമെങ്കിൽ MM സ്കൂളിലെ, അഥവാ കാലിക്കറ്റിലെ MM സ്കൂളിലെ പ്രിയപ്പെട്ട മാനേജറുടെ മകൻ ഒരു നയാ പൈസ ഇല്ലാതെയാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വഴികൾ നിങ്ങൾ പഠിക്കുക, അത് നമുക്ക് പിന്നീട് പറയാം. അങ്ങനെ ഇതിനൊക്കെ പൈസ വേണമെന്നുള്ള ധാരണയും വേണ്ട. ബുദ്ധിയാണ്. ഇന്റലക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇൻവെസ്റ്റ് ചെയ്യലാണ്. ബുദ്ധി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിയിലേക്ക് ഇൻപുട്ട് ഉണ്ടായാലേ കുറെ കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഉണ്ടാകൂ. അങ്ങനെ ഉയർന്നു പോയി കരിയറിൽ എൻറിച്ചായി ഉയർന്നു പോയി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം ഒരു വലിയ പേർഷ്യൻ കവിയുടെ ഒരു വാക്കുകൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. എന്ന് വെച്ചാൽ യു വിൽ നെവർ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല to learn your life in this world. ഈ ലോകത്തിൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരിക്കലും കഴിയില്ല until you learn your die. നീ മരിക്കുന്നത് എങ്ങനെയെന്ന് നീ പഠിക്കാതെ, until you learn your die എന്ന് വെച്ചാൽ നിങ്ങളുടെ മരണം എങ്ങനെയാണെന്ന് പഠിക്കാതെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് മരിക്കണം. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഉറങ്ങുന്നതിന് മുമ്പേ കുറേ ചെയ്തു തീർക്കാനുണ്ട്. അവസാനിക്കുന്നതിന് മുമ്പേ, അഥവാ എൻ്റെ ജീവിതം അവസാനിക്കും മുമ്പേ ഈ സമൂഹത്തിന്, മാനവരാശിക്ക്, എൻ്റെ രാജ്യത്തിന്, ഈ കാണുന്ന ലോകത്തിന്, ഈ കാണുന്ന ആകാശത്തിന് ഒരുപാട് കാര്യം എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്ന് ഇതിലെ ഓരോ വിദ്യാർത്ഥിയും വിധിയെഴുതണം. അതിന് പിന്താങ്ങായി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ നിന്നു കൊടുക്കണം. അധ്യാപകർ കേവലം പുറത്താക്കുന്നവരാകരുത്. പകരം ഉറങ്ങുന്ന കുട്ടിയുടെ തലയിൽ തലോടിയിട്ട് ഉറങ്ങിക്ക മോനെ എന്നവൻ
അതിൻ്റെ കാരണം കണ്ടെത്തുന്നവനായിരിക്കണം. കേവലമാകരുത് മാതൃത്വം, കേവലമാകരുത് പിതൃത്വം. കുട്ടികളെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് ചുംബനം കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു സൗഭാഗ്യത്തോടു കൂടിയുള്ള മാതാപിതാക്കളായി നമ്മളും മാറണേ എന്നതാണ്. കുട്ടികളെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത്, കുറ്റപ്പെടുത്തരുത്. അവരുടെ കൂട്ടുകാരായി കൂടെ കൂടണം, ഇടയ്ക്കിടയ്ക്ക് നെഞ്ചത്ത് ചേർക്കണം, നെറ്റിയിൽ ചുംബനം കൊടുക്കണം. അങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. ഉപദേശത്തിന് പകരം ജീവിതത്തിലൂടെ പകർന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഹംദാൻ ഫൗണ്ടേഷൻ്റെ ഫിലോസഫി മുന്നോട്ട് പോകുന്നത്. അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കബീർ ബാക്കവി സാഹിബിനും അദ്ദേഹത്തിൻ്റെ ബറ്റാലിയനും 1000 ഭാവുകങ്ങൾ. കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി മറ്റുള്ളവർക്കതൊരു മാതൃകയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. മരിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പേ പലതും ചെയ്തു തീർക്കാനുണ്ട് നമുക്ക്. ഇന്ന് കൂടിയ വിദ്യാർത്ഥികൾക്കും ഇന്ന് കൂടിയ രക്ഷിതാക്കൾക്കും അതിന് എല്ലാ ഭാവുകങ്ങളും ദായി ഹംദാൻ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ഭാവിയിലെ എല്ലാ കാര്യങ്ങളുടെയും നിർദ്ദേശോപദേശങ്ങൾ ഈ സ്ഥാപനം ഏറ്റെടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.